ഹായ് മക്കളെ. അപ്പൊ ടീച്ചറെ ഏത് മോഡ്? സോഷ്യൽ മോഡ്. അപ്പൊ നാളെ നമ്മുടെ 6ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസ് എക്സാം ആണ്. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് നമുക്ക് സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ആയിട്ട് 4 ചാപ്റ്റേഴ്സും എന്ത് ചെയ്യണം? ഓക്കെ. അപ്പൊ കട്ടക്ക് കൂടെ നിൽക്കുക എല്ലാവരും. കറക്റ്റ് ആയിട്ട് വേഗം നമ്മുടെ ചാറ്റ് ബോക്സിൽ കുറച്ച് ഫയർ റിയാക്ഷൻ ഒക്കെ ഇട്ട് വേഗം വരട്ടെ. കുറച്ച് ഫയർ റിയാക്ഷൻ. നമ്മൾ ഇന്ന് സെറ്റ് ആയിട്ട് ഓണം എക്സാമിന്റെ ടോപ്പിക്സ് അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാണ്. എല്ലാവരും ഫുൾ എനർജി അല്ലേടാ? സെറ്റ് അല്ലേ? ഈ ഒരു ഫയർ, ഇപ്പൊ ഈ കാണുന്ന ഈ ഒരു ഫയർ നമ്മുടെ ക്ലാസ് കഴിയുന്നവരെ കൂടെ ഉണ്ടെങ്കിൽ 6ാം ക്ലാസ്സിലെ നമ്മുടെ ഈ ഒരു സോഷ്യൽ സയൻസ് 4 ചാപ്റ്റേഴ്സും കിടിലമാക്കി സെറ്റാക്കി തന്നിരിക്കും എന്തായാലും കയ്യിൽ. അപ്പോൾ നമ്മൾ ലൈവ് എങ്ങനെയൊക്കെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളൊരു കുഞ്ഞ് ഇൻട്രോ എന്ത് ചെയ്യാം മക്കളെ. നിങ്ങളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ കാണും നമ്മളിന്ന് നിങ്ങൾ കാണുന്ന പോലെ സോഷ്യൽ മോഡ് ഓണം മോഡ് ഒക്കെ നിൽക്കുന്നത്. ഒരു ഓണം വൈബിലാണ് നമ്മുടെ ലൈവ്. അങ്ങനെയാണ്. ഓക്കെ. അപ്പൊ ഫുൾ ഓൺ ഫുൾ പവർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ 4 ചാപ്റ്റേഴ്സും പഠിച്ച് കിടിലമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? തീർക്കണം. ഓക്കെ. യെസ്. അപ്പോ നമ്മുടെ ലൈവ് ഒക്കെ വരുന്നുണ്ട് സാറേ. നമ്മുടെ ചാറ്റ് ബോക്സിൽ ഫയർ ഒക്കെ വരുന്നുണ്ട്. പിന്നല്ല. ഓക്കെ. അപ്പോ നമ്മൾ ഇന്ന് ലൈവ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഓരോ ചാപ്റ്റേഴ്സിലെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആദ്യം പറഞ്ഞു തരും 4 ചാപ്റ്റേഴ്സിലെയും. അതിനുശേഷം ഓരോ ചാപ്റ്റേഴ്സ് എടുത്ത് ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഏതൊക്കെയാണോ അത് ചെറുതായിട്ട് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഇതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന അറിയണ്ടേ? എന്നാലും നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സെക്ഷൻസ് ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതി നോട്ട് ചെയ്ത് പറഞ്ഞു തന്ന് അതിനുശേഷം അതിന്റെ മോഡൽ ക്വസ്റ്റ്യനും കൂടെ നമ്മൾ എന്ത് ചെയ്യും? ചെയ്തിട്ടേ ഒരു ചാപ്റ്റർ അവസാനിപ്പിക്കുകയുള്ളൂ. ഓക്കെ. യെസ്. അപ്പൊ ടീച്ചർക്ക് എന്താ പറയാനുള്ളത്? അപ്പൊ മക്കളെ, എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും വേഗം ഓണമൊക്കെ ആണല്ലോ എന്ന് പറഞ്ഞ ഓണം മോടി പോകരുത്. വേഗം എന്താ നമ്മുടെ ടെക്സ്റ്റ് ബുക്കും സ്റ്റഡി മെറ്റീരിയൽ നോട്ട്ബുക്കും പെന്നും പെൻസിലും എല്ലാവരും എടുത്ത് വെച്ച് സെറ്റ് ആയിട്ടൊന്നിരുന്നേടാ. എല്ലാവരും എന്താ തുടങ്ങാനായിട്ട് പോവാണ്. അപ്പൊ വേഗം 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 എല്ലാവരും ഒന്ന് റെഡി ആയിക്കോളൂ കേട്ടോ. എല്ലാവരും സെറ്റ് ആണെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒന്നുകൂടെ നമ്മുടെ ന്യൂട്ടന്റെ ആപ്പിളും ഫയറും വേഗം ഒന്നിട്ടുണ്ട് ചാറ്റ് ബോക്സിൽ ഫയർ ആക്കിയ വേഗം നമ്മുടെ ചാറ്റ് ബോക്സിൽ നിന്ന്. യെസ്. ഓക്കെ. അപ്പോ ഒട്ടും സമയം കളയാതെ, നമുക്ക് നാളെയാണ് പരീക്ഷ, ഒട്ടും സമയം കളയാതെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്സിലേക്ക് പോവാം ഓരോ ചാപ്റ്ററിലെയും. ഓക്കെ. അപ്പൊ നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ ആണ് ഏതാണ് ടീച്ചറെ? ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻസ്. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ടീച്ചർ നമുക്ക് ഒരുമിച്ച് പറഞ്ഞാൽ എങ്ങനെ? ഫയർ ആയിക്കോട്ടെ. ഫസ്റ്റ് വൺ ഹ്യൂമൻ എവല്യൂഷൻ, സെക്കൻഡ് വൺ സ്റ്റോൺ ഏജ്, തേർഡ് വൺ സിവിലൈസേഷൻസ്. ഇത്രയും ടോപ്പിക്സ് ആണ് മെയിൻ ആയിട്ട് ആ ചാപ്റ്ററിൽ നോക്കാനായിട്ടുള്ളത്. സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോകുന്നു, ഏർലി സ്റ്റേജ്. ടീച്ചർ കുറച്ചും കൊണ്ട് നീങ്ങുന്നു. ടീച്ചർ കാണുന്നില്ല എന്നുള്ളത് കമന്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ സെക്കൻഡ് പോയിന്റിൽ സെക്കൻഡ് ചാപ്റ്ററിൽ പറയേണ്ടത് ഫസ്റ്റ് വൺ ഫീച്ചേഴ്സ് ഓഫ് ഏതൻസ് ആൻഡ് സ്പാർട്ട. സെക്കൻഡ് വൺ എംപയേഴ്സ് ആണ് അല്ലെ. നമുക്ക് ഇവിടെ 2 എംപയേഴ്സ് ആണ് പഠിക്കാനുള്ളത്, റോമൻ എംപയറും പേർഷ്യൻ എംപയറും. അപ്പൊ എല്ലാവരും അതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അടുത്തത് ഫിലോസഫീസ്. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ നല്ല സിമ്പിൾ ചാപ്റ്റർ ആണ്. എനിക്ക് ഉള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചാപ്റ്റർ മൂന്നാമത്തെ ചാപ്റ്റർ. അതുകൊണ്ടാണ് എനിക്ക് അത്ര ഇഷ്ടപ്പെടാൻ കാരണം. സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്. ഓക്കെ. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് കമ്പോണന്റ്സ് ഓഫ് സ്റ്റേറ്റ് ആദ്യം പഠിക്കണം. അത് കഴിഞ്ഞ് ഓർഗൻസ് ഓഫ് ഗവൺമെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ചാപ്റ്റർ 4 ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്, ആ ചാപ്റ്ററിന്റെ പേര് ആദ്യമേ പറയാം. ഇങ്ങോട്ട് നീങ്ങുന്നു. From the globe to the map ആണ് നമ്മുടെ 4th ചാപ്റ്റർ വരുന്നത് കേട്ടോ. അപ്പോ ടീച്ചർ വായിച്ച ചാപ്റ്ററിലെ ടോപ്പിക്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്നുള്ളത് സെറ്റ് ആയിട്ട് പഠിക്കാം. പിന്നെ നമ്മൾ ഹെമിസ്ഫിയേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, ഹെമിസ്ഫിയേഴ്സ് പഠിക്കണം. ദെൻ മാപ്പ് പ്രൊജക്ഷൻസ് വായിച്ചു നോക്കണം. ദെൻ GIS. ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് 4th ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. യെസ്. അപ്പൊ അതോടെ നമ്മുടെ ഓൺ എക്സാമിന്റെ ടോപ്പിക്സ് ഒക്കെ കംപ്ലീറ്റ് ആയി. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു കീ ഏരിയാസ് എന്നൊക്കെ പറയുന്നത്. ഇത്രയും സെക്ഷൻസ് ആണ്. ഓക്കെ. അപ്പോ ഇതിൽ ഒരു 2 ചാപ്റ്റർ കവർ ചെയ്യുന്നത് ഞാനായിരിക്കും, 2 ചാപ്റ്റർ ഞാനായിരിക്കും കവർ ചെയ്യുന്നത്. ഓക്കെ. യെസ്. അപ്പൊ ഇതിന്റെ തന്നെ മലയാളമാണ് പറഞ്ഞേക്കുന്നത്. ആദ്യ മനുഷ്യരുടെ സംസ്കാരങ്ങളും മനുഷ്യന്റെ പരിണാമം, അതേപോലെ തന്നെ സംസ്കാരം രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. അത്രയും കാര്യങ്ങൾ. അപ്പൊ ആദ്യകാല രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അധികം സമയം കളയുന്നില്ല, നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകുന്നു. ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് ഒരുമിച്ച് പവറാക്കി പറഞ്ഞു. നിങ്ങൾ എല്ലാവരും ഓൺ ആണ്. നിങ്ങൾ കുറച്ച് ഫയർ ഇമോജി വന്ന് ഞങ്ങൾ ഇപ്പൊ ചാപ്റ്ററിന്റെ പേര് പറയാൻ പോവാണ്. എല്ലാവരും റെഡി? 1 2 3 Chapter 1. ഞാൻ ടൈമിംഗ് അടിച്ചു. ഒന്നുകൂടെ. Ready? 1 2 3 Chapter 1 Early Humans and Civilization. ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും. ഓക്കെ. അപ്പോ ഈ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്റർ ഞാനായിരിക്കും കവർ ചെയ്യുന്നത്. അപ്പോൾ ഇനി തമാശ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഏതാണ്, ക്വസ്റ്റ്യൻ ഏതാണെന്നൊക്കെ നോക്കാം. അപ്പൊ ഞാൻ പതിയെ ഇറങ്ങിക്കോട്ടെ.
ശരി എന്നാ ഒഴിവാക്കിയാണല്ലേ. ഓക്കെ എടാ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാലോ. സച്ചിൻ സാർ റെഡി അല്ലേ? അപ്പോൾ നമ്മളോടൊപ്പം ഇന്ന് നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സച്ചിൻ സാറാണ്. അതേപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ അശ്വിൻ സാർ വരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഈ പരിസരത്ത് എവിടെയും ഉണ്ടായിരുന്ന മനുഷ്യൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഒന്നും കൂടെ പറയുന്നു, ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ, ആദിമ മനുഷ്യരും അതേപോലെ സംസ്കാരങ്ങളും. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് പ്രൈമേറ്റ്സ്, എ കാറ്റഗറി ഓഫ് മാമൽസ്. അതേപോലെ തന്നെ ഹോമിനോയിഡുകൾ, 2 കാലിൽ നടക്കുന്നവരുണ്ട്, 4 കാലിൽ നടക്കുന്നവരുണ്ട്. ചില ആൾക്കാരൊക്കെ നമ്മൾ പറയും ചില പ്രത്യേക സിറ്റുവേഷൻസിൽ അവർ 4 കാലിലായിരിക്കും നടക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്നാൽ അത് അങ്ങനെയല്ല, ആദ്യം മനുഷ്യർ ശരിക്കും 4 കാലിലായിരുന്നു. ഓക്കെ, അപ്പൊ 4 കാലിൽ നടക്കുന്നവരും അതേപോലെ 2 കാലിൽ നടക്കുന്നവരും. അപ്പോൾ ഹോമിനോയിഡ്സ് വാക്ക്ഡ് ഓൺ 2 legs, 2 കാലിൽ നടക്കുന്നവരെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ആസ്ട്രലോപിത്തക്കസും അതേപോലെ ഹോമോസിപ്പിയൻസും. അപ്പോൾ ആ 2 സെക്ഷൻസ്. ഇനി 3 ആയിട്ട് വീണ്ടും ഇവരെ തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഹോമോ ഹാബിലിസ്, അതേപോലെ ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്. ടൂൾ മേക്കേഴ്സ്, അപ്രൈറ്റ് ഹ്യൂമൻ, എ വൈസ് ഓർ തിങ്കിങ് മാൻ. ശ്രദ്ധിക്കണം, ഇതിൽ നിന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണിച്ചു തരും. എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റണം, എല്ലാവർക്കും ചെയ്യാൻ പറ്റണം. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഈ പിക്ചർ മനസ്സിൽ ഒന്ന് സേവ് ചെയ്തേക്കുക. ചിലപ്പോൾ ഒരു ടേബിൾ കംപ്ലീഷൻ ആയിരിക്കാം, ചിലപ്പോൾ എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം, അതേപോലെ തന്നെ ഓഡ് വൺ ഔട്ട് ആയിരിക്കാം. എങ്ങനെ വേണമെങ്കിലും ചോദിക്കും. എങ്ങനെ എഴുതി കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യണം, ഇത് എഴുതാനായിട്ട് പറ്റണം. ഓക്കെ, യെസ് സർ, കാര്യങ്ങൾക്കൊരു വ്യക്തത കുറവുണ്ട്, ഞാൻ കണ്ണടന്ന് പറ്റിക്കോട്ടെ. ഇത്രയും വിളിച്ചുണ്ടായിരുന്നു അവിടെയൊക്കെ. യെസ്, ഓക്കെ. അപ്പോൾ പോകാം. ഇതിന്റെ തന്നെ മലയാളം ഒന്ന് പറയുന്നു. പ്രൈമേറ്റുകൾ, സസ്തനികളുടെ ഒരു വിഭാഗമായിരുന്നു. അതിനെ ഹോമിനോയിഡുകൾ, 4 കാലിൽ നടക്കുന്നവർ, അതേപോലെ 2 കാലിൽ നടക്കുന്നവർ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ആസ്ട്രലോപിത്തക്കസും അതേപോലെ ഹോമോസാപ്പിയൻസും പറയുന്ന. അപ്പോൾ ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്ടസ്, അതേപോലെ ഹോമോ സാപ്പിയൻസ്. ഓക്കെ, ഹോമോ എന്ന് പറയുന്ന ഒരു വിഭാഗം. അതിൽ ഹോമോ ഹാബിയൻസ് ഉപകരണ നിർമ്മാതാക്കൾ, ഹോമോ ഇറക്ടസ് നിവർന്നു നിൽക്കുന്ന മനുഷ്യർ, അതേപോലെ തന്നെ ഹോമോ സാപ്പിയൻസ് ബുദ്ധിയുള്ള മനുഷ്യർ. ഓക്കെ, ശ്രദ്ധിക്കണം, ഞാൻ പറയുമ്പോൾ എന്നോടൊപ്പം വായിച്ചു പോകാൻ കൂടെ നോക്കണം. ഇതിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും സെറ്റ് ആണെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിൽ കുറച്ച് ഫയർ റിയാക്ഷൻ ഒക്കെ ഇട്ട് വേഗം. യെസ്, എന്റെ പേര് വിളിക്കുമോ? പേര് വിളിക്കും. ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത ആൾ. ഓക്കെ, യെസ് സാറേ, കുറെ കമന്റ്സ് ഒക്കെ വരുന്നില്ലേ? ഉണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. അതിന് ഈ ചാപ്റ്ററിൽ ഒരു സെക്ഷൻ കൂടെ പഠിക്കാനുണ്ട്, സ്റ്റോൺ ഏജ് അഥവാ ശിലായുഗം. ശിലായുഗത്തെ 3 ആയി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? പാലിയോളിറ്റിക് ഏജ്, മിസോളിറ്റിക് ഏജ്, നിയോളിറ്റിക് ഏജ്. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. ഒരു പ്രാവശ്യം കൂടെ പറയും, പാലിയോളിറ്റിക് ഏജ്, മിസോളിറ്റിക് ഏജ്, നിയോളിറ്റിക് ഏജ്. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. മിക്കവാറും ഉണ്ടല്ലോ ഈ ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഇതേപോലെയുള്ള ടേബിൾസും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. കാരണം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ കുറച്ചും കൂടെ സിമ്പിളാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നേരെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അപ്പുറത്തോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെക്ഷൻ അവിടെ മായ്ച്ച് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരെ ക്വസ്റ്റ്യൻ ആയി. അപ്പൊ അതുകൊണ്ട് ഇതേപോലെയുള്ള ഗ്രാഫുകളൊക്കെ നന്നായി ശ്രദ്ധിച്ചേക്കണം. ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാറ്റ് ബോക്സിൽ എല്ലാവരും കുറച്ചും കൂടെ ഫയർ റിയാക്ഷൻ കിട്ടെ. വേഗം. ഓക്കെ, അബിൻ, അനഘ, തോമസ്. ഓക്കെ, ഫസ്റ്റ്. യെസ്. ഓക്കെ, യെസ്. അപ്പൊ ഇതേപോലെ ക്ലാസ് കഴിയുന്നവരെ ഫയർ എന്ത് ചെയ്യണം, നിലനിർത്തി കൊണ്ടുപോകണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ അടുത്തത് പാലിയോളിറ്റിക് ഏജ്, മിസോളിറ്റിക് ഏജ്, നിയോളിറ്റിക് ഏജ്. ഇതിന്റെ ഫീച്ചേഴ്സാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരട്ടെ. ഇങ്ങനെ ചിന്തിച്ചാൽ മതി, നമ്മൾ ഇന്ന് കാണുന്ന ലെവലിൽ തന്നെയാണോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നത്? അല്ല. ഇനി ഒരു 10 വർഷം കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ആയിരിക്കും ജീവിക്കാൻ പോകുന്നത്? അല്ല. ഇന്ന് കാണുന്ന മാറ്റങ്ങളും സംസ്കാരങ്ങളും എന്തും ആയിക്കോട്ടെ ഒറ്റ ദിവസം കൊണ്ട് വന്നതല്ല, ഒരുപാട് വർഷങ്ങളെടുത്ത് സംഭവിച്ച മാറ്റങ്ങളാണ്. ആ വന്നേക്കുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാലിയോളിറ്റിക് ഏജ്, മിസോളിറ്റിക് ഏജ്, നിയോളിറ്റിക് ഏജ് എന്നിങ്ങനെ തിരിച്ചേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഷോർട്ടാക്കി പഠിച്ചു വെക്കണം. ഇതെങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കും എന്നുള്ളത് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. പാലിയോളിറ്റിക് ഏജ് മലയാളത്തിൽ പറയും പ്രാചീന ശിലായുഗം എന്ന് പറയും. ഫസ്റ്റ് ഫേസ് ഓഫ് സ്റ്റോൺ ഏജ്, ശിലായുഗത്തിന്റെ ആദ്യ ഘട്ടമായിരുന്നു. യൂസ് റഫ് സ്റ്റോൺ ടൂൾസ്, അതായത് പരിക്കൻ ശിലാ ഉപകരണങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഗ്യാതറിംഗ് ആൻഡ് ഹണ്ടിങ് ആസ് ദ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്, ഭക്ഷണ ശേഖരണവും അതേപോലെ തന്നെ ഹണ്ടിങ്, വേട്ടയാടലുമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് പറയുന്നത്. മിസോളിറ്റിക് എന്ന് പറഞ്ഞപ്പോൾ അവർ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആവാനായിട്ട് അവർ തുടങ്ങി. ഓക്കെ, ആദ്യ ഘട്ടത്തിൽ നിന്ന് വിട്ടിട്ട് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള മനുഷ്യർ എന്നൊരു ലെവലിലേക്ക് മാറി. യൂസ് ഒരു സ്മോളർ ഫൈൻ അല്ലെങ്കിൽ ഫൈൻ സ്മോൾ ടൂൾസ് എന്ന് സ്റ്റോൺ ടൂൾസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഷാർപ്പർ ആയിട്ടുള്ള ആയുധങ്ങൾ, കുറച്ചും കൂടി ചെറിയ ആയുധങ്ങളൊക്കെ അവർ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. യൂസ്ഡ് എ
ഈഡിബിൾ ഗ്രാസ് ആൻഡ് ഫിഷ് ആസ് ഫുഡ്, കഴിക്കാവുന്ന പുല്ലുകളും അതേപോലെ മത്സ്യത്തെയും മീനുകളൊക്കെയാണ് അവർ എന്ത് ചെയ്തത്, ഭക്ഷിച്ചിരുന്നത്. ആനിമൽ സ്കിൻ, അതായത് മൃഗത്തോല്, ബാർക്ക് ഓഫ് ദ ട്രീസ്, അതായത് മരത്തിന്റെ തോല്, ആൻഡ് ലീവ്സ് യൂസ്ഡ് ഫോർ ക്ലോത്തിങ്, അവർ വസ്ത്രങ്ങൾക്കായിട്ട് ഈ പറയുന്ന സംഗതികളൊക്കെയാണ് അവർ എന്ത് ചെയ്യുന്നത്, ഉപയോഗിച്ചിരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഇനി നിയോളിറ്റിക് ഏജ്, യൂസ് മോർ റിഫൈൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. അപ്പോൾ ഏറ്റവും ആദ്യം റഫ് ആയിരുന്നു, ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സ്മോളർ ആയി, ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്താണ്, പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ആണ് അവർ ഉപയോഗിച്ചിരുന്നത്. പോളിഷ്ഡ്, ഓക്കെ. അപ്പോൾ അതായത് മിനുസപ്പെടുത്തിയ ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം ഏറ്റവും ആദ്യം എന്താ, ഹണ്ടിങ്, വേട്ടയാടിയിട്ടും കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ തിന്നിട്ടാണ് ജീവിച്ചിരുന്നത്. പക്ഷെ രണ്ടാമത്തെ സ്റ്റേജിൽ വന്നപ്പോൾ എന്താ, പുല്ലുകളും മറ്റു സാധനങ്ങളൊക്കെ തിന്നു തുടങ്ങി. പിന്നെ മനസ്സിലായി ഇനി തിന്നുകൊണ്ട് മാത്രം ഇരുന്ന കാര്യമില്ല, നമ്മൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാലേ ഭാവിയിൽ തിന്നാൻ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ എന്ത് തുടങ്ങി വെച്ചു, അഗ്രികൾച്ചർ വാസ് സ്റ്റാർട്ടഡ്. എന്ത് സ്റ്റാർട്ട് ചെയ്തു, കൃഷി അവിടെ ആരംഭിച്ചു. ഓക്കെ. ഇനി ലാസ്റ്റ് ഇൻവെന്റഡ് വീൽസ് ആൻഡ് സ്റ്റാർട്ടഡ് മേക്കിംഗ് പോട്ടറി. അതായത് ഈ ചക്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെ ഈ മൺപാത്ര നിർമ്മാണവും അവർ എന്ത് ചെയ്തു, അവിടെ ചെറിയ രീതിയിൽ എന്ത് ചെയ്തു, നിയോളിറ്റിക് ഏജോടെ ആരംഭിച്ചു, നവീന ശിലായുഗത്തോടെ ആരംഭിച്ചു. അപ്പോൾ ഇത്രയും സെക്ഷൻസ് ഓക്കെ ആണല്ലോ. പാലിയോളിറ്റിക് ഏജ്, മിസോളിറ്റിക് ഏജ്, നിയോളിറ്റിക് ഏജ്. നാളത്തെ പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ടും വരും, പഠിച്ചു വെച്ചോളണം. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ചിലപ്പോൾ പാലിയോളിറ്റിക് ഏജിന്റെ ഫീച്ചേഴ്സ് തന്നിട്ട് ഓഡ് വൺ ഔട്ട് ചോദിക്കാം, അതല്ലെങ്കിൽ ഒരു ടേബിൾ കംപ്ലീഷൻ ചോദിക്കാം, അതല്ലെങ്കിൽ ഫീച്ചേഴ്സ് എഴുതാൻ പറഞ്ഞ് തന്നെ ക്വസ്റ്റ്യൻസ് വരാം. എങ്ങനെയൊക്കെ ചോദിച്ചാലും ഇത്രയും സെക്ഷൻസ് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സെറ്റ് ആണല്ലോ, ഡൗട്ട് ഒന്നും ഇല്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. അടുത്ത സെക്ഷനിലോട്ട് ഞാൻ ഓടിപ്പോകുന്നു. അടുത്ത സെക്ഷൻ സിവിലൈസേഷൻ. 4 രീതിയിലുള്ള സിവിലൈസേഷൻസ് ഉണ്ട്. ഓരോന്നിന്റെയും കുറച്ച് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ, ഹാരപ്പൻ സിവിലൈസേഷൻ. ഒന്നും കൂടെ ഏതൊക്കെയാ 4 സംസ്കാരങ്ങൾ, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം. എല്ലാവരും വേഗം 4 തരത്തിലുള്ള സംസ്കാരങ്ങൾ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തേ. ഫാസ്റ്റ്. ഏതൊക്കെയാ 4 സിവിലൈസേഷൻ, മെസപ്പൊട്ടോമിയൻ, ഈജിപ്ഷ്യൻ, ചൈനീസ്, ഹാരപ്പൻ. ഓക്കെ. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംസ്കാരം ഇതിൽ ഏതാണ് എന്നൊന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ സച്ചിൻ സാറും ഗോപിയ ടീച്ചറും അശ്വിൻ സാർ കുറച്ച് കഴിയുമ്പോൾ വരും തോന്നുന്നു. നമുക്ക് ഇവരുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം, ഏത് സിവിലൈസേഷൻ ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നുള്ളത്. സച്ചിൻ സാറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സിവിലൈസേഷൻ പറയും? ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ പറയും. കാരണം എന്താ? മമ്മീന്ന് എന്താണ് ഗോപി ടീച്ചർ നോക്കി വിളിച്ചത്? ഏത് മമ്മിയാണ്? ഈജിപ്ഷ്യൻ മമ്മി എന്ന് പറഞ്ഞാൽ ശവം എന്നാണ് അർത്ഥം. അല്ല സാറേ, അമ്മേനോടുള്ള സ്നേഹമാണ് സാറേ മമ്മി. അങ്ങനത്തെ ആയിരിക്കും ഉദ്ദേശിച്ചത്. ഓക്കെ. പ്രായമുള്ളവരൊക്കെ ബഹുമാനിക്കാറുണ്ടല്ലോ. ഓക്കെ, യെസ്. അടുത്തത് ഗോപി ടീച്ചറോട് ചോദിച്ചാൽ ടീച്ചർ ഏത് സിവിലൈസേഷൻ പറയും? ഞാൻ ഈജിപ്ഷ്യൻ തന്നെ പറയും സാർ. ഈജിപ്ഷ്യൻ തന്നെ പറയും. എന്താണ്? ഈജിപ്തിൽ പോയി പിരമിഡൊക്കെ കാണണം ഭയങ്കര ആഗ്രഹമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിവിലൈസേഷൻ എന്താണ്, അതിന്റെ റീസൺ എന്താണെന്ന് വേഗം ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേ. എന്തെങ്കിലും റീസൺസ് ഉണ്ടാവൂലേ? ഓക്കെ. ഇനി ഇതിൽ നിന്ന് ചിലപ്പോൾ അവരുടെ എഴുത്ത് വിദ്യ ഏതാണ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. യെസ്, നമ്മൾ ഇതൊക്കെ പറഞ്ഞെങ്കിലും ചാറ്റ് ബോക്സിൽ കൂടുതൽ മെസപ്പൊട്ടോമിയ, ഹാരപ്പനൊക്കെയാണല്ലോ പറഞ്ഞത്. അത് ഈ പഠിക്കാൻ കുറവുണ്ടായിരിക്കും. ഓക്കെ, യെസ്. അപ്പോ മെസപ്പൊട്ടോമിയൻ, ഈജിപ്ഷ്യൻ, ചൈനീസ്, അതേപോലെ ഹാരപ്പൻ സിവിലൈസേഷൻ. ഈ 4 സംസ്കാരങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാപ്റ്റർ എന്ത് ചെയ്യും, അവിടെ കഴിയും. അപ്പൊ ഓരോന്നിൽ നിന്നും എന്തൊക്കെ പഠിക്കണം എന്ന് നമുക്ക് നോക്കാം. മെസപ്പൊട്ടോമിയൻ, 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് ആ പേരിന്റെ അർത്ഥം. ലാൻഡ് ബിറ്റ്വീൻ 2 റിവേഴ്സ്. ഏതൊക്കെയാ 2 റിവേഴ്സ്? ഉറക്കപ്പറ, യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. ഏതൊക്കെയാ? യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും ഇടയിലുള്ള ആ ഒരു പ്രദേശം എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ. ഇനി അവിടെ ഈ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു 4 സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. ആ 4 സംസ്കാരങ്ങളാണ് ഏതൊക്കെ? സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ. ഒരു പ്രാവശ്യം കൂടെ ഏതൊക്കെയാ? സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ. ഈ 4 സംസ്കാരങ്ങളും മെസപ്പൊട്ടോമിയയുടെ കാലത്ത് അവിടെ ഉണ്ടായിരുന്നതാണ്. ഇനി നെക്സ്റ്റിലോട്ട് പോകുന്നു. അവിടുത്തെ അർബൻ ലൈഫ്, നഗരജീവിതം. അവിടുത്തെ ഫസ്റ്റ് സിറ്റീസ് ആണ് സുമേറിയൻസിന്റെ ഉറുക്, ലഗാഷ്. ഏതൊക്കെയാ? ഉറുക്, ലഗാഷ്. ഈ 4 സംസ്ഥാനങ്ങൾ. പിന്നെ അവരുടെ ഒരു എഴുത്ത് വിദ്യ ഉണ്ടായിരുന്നു. എഴുത്ത് വിദ്യ. ഓക്കെ. നമ്മൾ ഇന്ന് കാണുന്ന പോലെ എല്ലാവരും എഴുതിയിരുന്നത് വ്യത്യാസം ഉണ്ടാവും. അവരുടെ എഴുത്ത് ലിപി ആദ്യ കാലഘട്ടങ്ങളിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ആ എഴുത്ത് വിദ്യ ആയിരുന്നു ക്യൂണിഫോം ലിപി എന്ന് പറയുന്നത്. ഏതാ? ക്യൂണിഫോം ലിപി എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി അടുത്തത് ക്യൂണിഫോം കഴിഞ്ഞു. അടുത്തത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. അപ്പോൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് നോക്കേണ്ടത് ഈജിപ്ഷ്യൻ സംസ്കാരം. അതിൽ ലൊക്കേഷൻ, പ്രധാനപ്പെട്ട സിറ്റി ആയിരുന്നു കെയ്റോ. പ്രധാനപ്പെട്ട നഗരമായിരുന്നു കെയ്റോ എന്ന് പറയുന്നത്. പിന്നെ അവിടുത്തെ രാജാക്കന്മാരെ വിളിച്ചിരുന്ന പേരാണ്
ഫറവോസ് എന്ന് വിളിക്കുന്നത്. രാജാക്കന്മാരെ വിളിച്ച പേരെന്തായിരുന്നു? ഫറവോ എന്നാണ്. ഓക്കെ, ഫറവോ എന്നാണ്. ഓക്കെ, യെസ്, ഫറവോ. ഓക്കെ, അപ്പൊ രാജാക്കന്മാരെ ഫറവോ എന്ന പേരിൽ വിളിച്ചിരുന്നു. ഇനി യെസ്, പിരമിഡുകൾ. അപ്പോൾ നമ്മുടെ ഗോപി ടീച്ചർക്കും അതേപോലെ സച്ചിൻ സാറൊക്കെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഇഷ്ടപ്പെടാൻ കാരണം അവിടുത്തെ എന്താ ഈ പറയുന്ന ഈ ഒരു പ്രത്യേകത കൊണ്ടാണ്. ഈ സംഭവം കാണണം എല്ലാവർക്കും താല്പര്യമുള്ളത്. ഇപ്പൊ വാർത്തകളിലൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട് ഇതിന്റെ ന്യൂസ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഈ രാജാക്കന്മാരുടെ ഈ ഫറവോമാരുടെ ശവകുടീരങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരാണെന്ത്? പിരമിഡുകൾ എന്ന് പറഞ്ഞിരുന്നത്. എന്താ? പിരമിഡുകൾ എന്നറിയപ്പെട്ടിരുന്നത്. ഇനി അവിടെ അവർ കൃഷിയൊക്കെ ചെയ്തതിന്റെ തെളിവും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അവർ കൃഷി ചെയ്തിരുന്ന ഐറ്റംസ് ആണ് വീറ്റ്, ബാർലി, മില്ലറ്റ്, ഫ്രൂട്ട്, അതേപോലെ ഫ്ലാക്സ്, അതേപോലെ കോട്ടൺ എക്സിട്ര, ഗോതമ്പ്, യവം, കാമ്പു, അതേപോലെ പഴങ്ങൾ, ചണം, പരുത്തി മുതലായ സംഗതികളൊക്കെയാണ് അവർ എന്ത് ചെയ്തത്? അവിടെ കൃഷി ചെയ്തിരുന്നത്. ഓക്കെ, പിന്നെ ഈജിപ്ത് അറിയപ്പെടുന്നത് ഗിഫ്റ്റ് ഓഫ് നൈൽ എന്ന, നൈലിന്റെ ദാനം അല്ലെങ്കിൽ നൈലിന്റെ സമ്മാനം എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ അവിടെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ നൈലിന്റെ ദാനം മറക്കരുത്. രാജാക്കന്മാർ ഫറവോ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത് മറക്കരുത്. ഓക്കെ, പിന്നെ മമ്മീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, രാജാവ് നമ്മുടെ സച്ചിൻ സാറിന്റെ ക്രിയേറ്റിവിറ്റി കേട്ടോ, മാവേലി. ഓക്കെ, അപ്പോൾ മമ്മീസ് എന്താണ് നോക്കാം. മമ്മീസ് ഇതിൽ ഡെഡ് ബോഡീസ് പ്രിസർവ്ഡ് ബൈ എംപ്ലേമിംഗ് വിത്ത് പെർഫ്യൂം, വ്യഞ്ജനങ്ങൾ അല്ലെങ്കിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ ഉപയോഗിച്ച് ശവങ്ങൾ സൂക്ഷിച്ചിരുന്നു. സച്ച് എ പ്രിസർവ്ഡ് ബോഡി ഈസ് കോൾഡ് മമ്മി. അങ്ങനെ സൂക്ഷിച്ച ശവകുടീരങ്ങളാണ് അല്ലെങ്കിൽ ശവശരീരങ്ങളാണ് എന്ന് പറയുന്നത് മമ്മി എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, സച്ചിൻ സാർ മമ്മി എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, യെസ്. അപ്പോ മമ്മീസ് എന്നറിയപ്പെട്ടിരുന്നത് ക്ലിയർ ആണല്ലോ. മമ്മി എന്താണെന്നുള്ളത് സുഗന്ധ വ്യഞ്ജനങ്ങൾ അല്ലെങ്കിൽ സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ശവശരീരങ്ങൾ സൂക്ഷിച്ചിരുന്നു. അങ്ങനെ സൂക്ഷിച്ച ശവശരീരങ്ങളാണ് ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നത്? എടാ, മമ്മീസ് എന്നുള്ള പേരിൽ അവിടെ അറിയപ്പെട്ടിരുന്നത്. ഇനി അവിടുത്തെ ഒരു എഴുത്ത് വിദ്യ ഉണ്ടായിരുന്നു. എന്താ? ഒരു എഴുത്ത് വിദ്യ ഉണ്ടായിരുന്നു. ആ എഴുത്ത് വിദ്യയാണ് ഹെയ്റോഗ്ലിഫിക്സ്. അറിഞ്ഞു വെക്കണം, ഹെയ്റോഗ്ലിഫിക്സ്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, തൊട്ട് മുമ്പ് മെസപ്പൊട്ടോമിയയിൽ ഒരു എഴുത്ത് വിദ്യ ഞാൻ പറഞ്ഞു തന്നിരുന്നു. അതേതാണെന്ന് അറിയാവുന്നവരെന്ന് കമന്റ് ചെയ്തേ. മെസപ്പൊട്ടോമിയയിൽ ഞാൻ ഒരു എഴുത്ത് വിദ്യ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഏതാണെന്ന് അറിയാവുന്നവർ കമന്റ് ചെയ്യാം. വേഗം 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 വേഗം. സാറേ കമന്റ് വരുന്നുണ്ടോ? മെസപ്പൊട്ടോമിയയിൽ ഏതാ? യെസ്, ഓക്കെ, യെസ്, അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണെന്നുള്ളത്. ഓക്കെ, അടുത്തത് ഹെയ്റോഗ്ലിഫിക്സ്. അത് കോമ്പിനേഷൻ ഓഫ് സൈൻസ് ആൻഡ് ലെറ്റേഴ്സ് എന്നുള്ളതായിരുന്നു. ചിഹ്നങ്ങളും അക്ഷരങ്ങളും ചേർന്ന ഒരു രൂപമായിരുന്നു ഈ പറയുന്ന ഹെയ്റോഗ്ലിഫിക്സിന് ഉണ്ടായിരുന്നത്. അത് എഴുതിയിരുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് ആയിരുന്നു. വലത്ത് നിന്ന് ഇടത്തേക്കാണ് അത് എഴുതിയിരുന്നതും അതേപോലെ തന്നെ വായിച്ചിരുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമുക്കുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് എന്ത് ചെയ്തത്? ആ സംഭവം വായിച്ചിരുന്നത് റൈറ്റ് ടു ലെഫ്റ്റ് എന്നുള്ളൊരു ലെവലിൽ. ഓക്കെ, അപ്പോൾ മമ്മി എന്താണെന്ന് മറക്കണ്ട, അവിടുത്തെ എഴുത്ത് വിദ്യ മറക്കണ്ട. ചിലപ്പോൾ ഉണ്ടല്ലോ എഴുത്ത് വിദ്യയൊക്കെ ഇതേപോലെ തന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യാൻ പറയും? അത് മാച്ച് ചെയ്യാനായിട്ട് പറയും. അപ്പൊ കറക്റ്റ് ആയിട്ട് എഴുതിക്കൊള്ളണം. ഓക്കെ, യെസ്. അപ്പോൾ ഇപ്പൊ നമ്മൾ ക്യൂണിഫോം പഠിച്ചിട്ടുണ്ട്, ഹെയ്റോഗ്ലിഫിക് പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചൈനീസ് സിവിലൈസേഷൻ അത് വെച്ച് കണക്ട് ചെയ്താലോ? പിക്ടോഗ്രഫിക് സ്ക്രിപ്റ്റ്, അതായത് മലയാളത്തിൽ പറയും ചിത്രലിപി എന്ന് പറയും. എന്താ പറയാ? ചിത്രലിപി എന്ന് പറയും. ചൈനീസ് സിവിലൈസേഷൻ. ഓക്കെ, എല്ലാം ഞാനല്ല പറഞ്ഞു തരാറുള്ളത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ചൈനീസ് സിവിലൈസേഷനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തേ. ചൈനീസ് സിവിലൈസേഷൻ ഞാനിപ്പോ പെട്ടെന്ന് സ്ലൈഡ് കാണിച്ചു പോയിട്ടുണ്ട്, കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തൊക്കെ ചൈനീസ് സിവിലൈസേഷനെ കുറിച്ചിട്ട് അറിയാം അത് വേഗം നമ്മുടെ ചാറ്റ് ബോക്സിൽ വേഗം ഒന്ന് കമന്റ് ചെയ്തേ. എന്തൊക്കെ അറിയാം? യെസ്, യെസ്, യെസ്. ഹൊയാങ്ഹോ റിവർ പറയുന്നുണ്ട്, ശരിയാണ്, കറക്റ്റാ. ഇപ്പൊ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞത്. യെസ്, പിക്ടോഗ്രഫിക് സ്ക്രിപ്റ്റ്. ഓക്കെ, അതും കറക്റ്റാ. യെസ്, ഓക്കെ. മെയിൻ ആയിട്ട് ഇത് തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എഴുത്ത് വിദ്യയും അതേപോലെ റിവറിന്റെ കേസും പറയുന്നുണ്ട്. നോക്കാം ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത്. എലോങ് റിവർ ഹൊയാങ്ഹോ നദീ തീരത്താണ് ഇത് കണ്ടിരുന്നത്. ഇതിന്റെ ഉത്ഭവം എവിടെ നിന്നായിരുന്നു? ഇക്കോണമി, അഗ്രികൾച്ചർ വാസ് ദ ബേസ്, കൃഷിയായിരുന്നു അടിസ്ഥാനം. അതേപോലെ സ്കിൽഡ് ഇൻ വീവിംഗ്, പോട്രി, സിൽക്ക് പ്രൊഡക്ഷൻ, നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുൽപാദനം, ഇതിലൊക്കെ അവർ അഗ്രഗണ്യരായിരുന്നു. മീൻസ് അവർ എക്സ്പെർട്സ് ആയിരുന്നു എന്ന് പറയാം. അതേപോലെ മെയ്ഡ് ഫൈൻ ബ്രോൺസ് സ്കൾപ്ചേഴ്സ്, അതായത് വെങ്കല ശില്പങ്ങൾ അവർ നിർമ്മിച്ചിരുന്നു. അതിനുശേഷം ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിക്ചേഴ്സ്, ചിത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അക്ഷരങ്ങൾക്ക് പകരം അവർ ചിത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. സോ അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? പിക്ടോഗ്രഫിക് എന്ന് പറയുന്നത്. ഇനി ഞാൻ 3 എഴുത്ത് വിദ്യകൾ ഞാൻ പറയും. ഒന്നാമത്തത് ക്യൂണിഫോം. ഓക്കെ, ക്യൂണിഫോം. രണ്ടാമത്തത് ഹെയ്റോഗ്ലിഫിക്സ്. മൂന്നാമത്തത് പിക്ടോഗ്രഫിക് സ്ക്രിപ്റ്റ്. ഇത് മൂന്നും ഏത് സിവിലൈസേഷൻ്റെയാണ്? A, B, C. വേഗം ഒന്ന് കമന്റ് ചെയ്തേ. വേഗം ഒന്ന് കമന്റ് ചെയ്തേ. ക്യൂണിഫോം ഏത് സിവിലൈസേഷൻ? അതേപോലെ തന്നെ ഹെയ്റോഗ്ലിഫിക്സ് ഏത് സിവിലൈസേഷൻ? അതേപോലെ പിക്ടോഗ്രഫിക് ഏത് സിവിലൈസേഷൻ? വേഗം ABC എന്നിട്ട് എല്ലാവരും വേഗം ഒന്ന് കമന്റ് ചെയ്തേ. ഫാസ്റ്റ്. ഓക്കെ, യെസ്. ഓക്കെ, വരുന്നുണ്ട്. ഓക്കെ, മെസപ്പൊട്ടോമിയ പറയുന്നു. യെസ്, ചൈനീസ് പറയുന്നു. ഓക്കെ, ഈജിപ്ഷ്യൻ പറയുന്നു. ഓക്കെ.
കറക്റ്റാ പറയുമ്പോൾ ആ ABC എന്നിട്ട് കറക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് നോക്കണോട്ടെ എല്ലാവരും. സ്കൂളിലെ പരീക്ഷയ്ക്കാണെങ്കിലും ഒരു ടേബിൾ കംപ്ലീഷൻ ലെവലിൽ ചോദ്യം വന്നാൽ ഇതേപോലെ എന്ത് ചെയ്യണം, അതേപോലെ കറക്റ്റ് ആയിട്ട് അവിടെ എഴുതിയേക്കണം. സോ കഴിഞ്ഞു, ഇത്രയും ഉള്ളൂ ചൈനീസ് സിവിലൈസേഷൻ അഥവാ ചൈനീസ് സംസ്കാരത്തിൽ നമുക്ക് നോക്കാനായിട്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത സെക്ഷനിലോട്ട് പോകുന്നു. അടുത്തത് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷൻ. അപ്പോൾ എന്താണ് ഹാരപ്പൻ സിവിലൈസേഷൻ നോക്കാം. ഓക്കെ, അപ്പൊ അതിൽ നോക്കാനായിട്ടുള്ളത് മലയാളത്തിൽ ഇതിനെ സ്ഥിതി ചെയ്യുന്നത് ഇൻഡസ് വാലിയുടെ അടുത്തായിട്ട്, അതായത് സിന്ധു നദിയുടെ അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നും ഇതിനെ പറയാറുണ്ട്. മലയാളത്തിൽ സിന്ധു നദീതട സംസ്കാരം എന്നും ചെയ്യാറുണ്ട്, ഇതിനെ പറയാറുണ്ട്. ആദ്യത്തെ നഗരമായിരുന്നു അവിടെ ഹാരപ്പ എന്നറിയപ്പെട്ടിരുന്നത്. അതിന്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ആണ്. ഇന്ത്യയിൽ ആദ്യം നഗരവൽക്കരണം ആരംഭിച്ചത് ശരിക്കും ഈ ഹാരപ്പൻ സിവിലൈസേഷനിൽ നിന്നാണെന്നാണ് കരുതപ്പെടുന്നത്. പ്രധാനപ്പെട്ട ഒരു ഫീച്ചേഴ്സ് ഇതിനെ പഠിക്കാനുണ്ട്, ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. കാരണം ഇന്ത്യയിൽ ഈ കാണുന്ന അഡ്വാൻസ്മെന്റ് ഒക്കെ ശരിക്കും തുടങ്ങിയത് ഏത് കാലത്തെന്നാ, ഈ പറയുന്ന ഹാരപ്പൻ സിവിലൈസേഷനിൽ നിന്നാണ് തുടങ്ങിയതെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ടൗൺ പ്ലാനിങ്, നഗര നിർമ്മാണം അല്ലെങ്കിൽ നഗര ആസൂത്രണം എന്ന് പറയും. ഗ്രേറ്റ് ബാത്ത്, മഹാസ്നാനഘട്ടം അതല്ലെങ്കിൽ മഹാസ്നാനഗൃഹം എന്ന് പറയുന്നത്. അതേപോലെ ഗ്രാനറി, ധാന്യശാല അല്ലെങ്കിൽ ധാന്യപുര എന്ന് പറയുന്നത്. ഇതെല്ലാം അന്നത്തെ കാലത്ത് ഈ ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പൻ സംസ്കാരത്തിൽ നിന്ന് നമുക്ക് തെളിവ് ലഭിച്ചിരുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഒരെണ്ണമാണ് ഹാൻഡിക്രാഫ്റ്റ്, അതൊക്കെ കരകൗശലങ്ങൾ, സ്കിൽഡ് പോട്രി ആൻഡ് ഓർണമെന്റ്സ്, ടോയ്സ്. ഇതെല്ലാം അവർ അന്നത്തെ കാലത്ത് നിർമ്മിച്ചിരുന്നവയാണ്. ഓക്കെ, അപ്പോൾ ഹാൻഡിക്രാഫ്റ്റ്, കരകൗശല ഉൽപ്പന്നങ്ങൾ, സ്കിൽഡ് പോട്രി, ഓർണമെന്റ്സ്, ടോയ്സ്, ഇതെല്ലാം അന്നത്തെ കാലത്ത് നിർമ്മിച്ചിരുന്നവയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ വളരെ ഷോർട്ടായിട്ട് എന്നാൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അവസരം ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഞാൻ തരും. അപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എല്ലാവരും എന്ത് ചെയ്യണം, നോക്കണം. ഓക്കെ, അപ്പൊ ഇതേപോലെ ആയിരിക്കും നമ്മുടെ ലൈവ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഓരോ ചാപ്റ്ററിലെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് നമ്മൾ പറയുന്നു. അതിനുശേഷം ആ ചാപ്റ്ററിൽ നിന്നുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരുന്നു. നമ്മൾ പഠിക്കുന്നു, സെറ്റ് ആകുന്നു, അടുത്ത ചാപ്റ്ററിലോട്ട് പോകുന്നു. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കിടിലമായിട്ട് മനസ്സിലായി, ഒരു ഡൗട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സ് ഒന്ന് ഫയർ ആക്കിയ വേഗം. കുറച്ച് ഫയർ റിയാക്ഷൻ, കുറച്ച് ആപ്റ്റർ റിയാക്ഷൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിയാക്ഷൻ എന്താണെന്ന് വെച്ചോ. ഓക്കെ, ഫാസ്റ്റ്. യെസ്. എന്നോട് വെള്ളം കുടിക്കാനൊക്കെ പറയുന്നുണ്ട്, സ്നേഹം. ഓക്കെ, ആ ഒരു മനസ്സ് കാണാതെ പോരുത്, കുടിച്ചേക്കാം കേട്ടോ. ഓക്കെ, യെസ്. എന്നാലും സ്നേഹമുള്ള പിള്ളേരാ. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്, ഒബ്സർവ് ദ പിക്ചർ, ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഒന്നാമത്തെ നമ്മുടെ സച്ചിൻ സാറിന്റെ പോലത്തെ ഒരാളുണ്ട്. രണ്ടാമതായിട്ട് ഓക്കെ, അവര് എന്തോ കൃഷിയൊക്കെ ചെയ്യാണെന്ന് തോന്നുന്നു. മൂന്നാമത്തത് നമ്മുടെ ഗോപി ടീച്ചറിന്റെ പോലത്തെ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു പിക്ചേഴ്സ് നിരീക്ഷിച്ചിട്ട് ഈ ഒരു പിക്ചേഴ്സ് നോക്കിയിട്ട് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉദാഹരണം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഈ ഒരു സമയത്ത് യൂസ്ഡ് റഫ് സ്റ്റോൺസ്, പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചിരുന്നു. ഓക്കെ, അപ്പുറത്ത് കൃഷിയുടെ കാര്യവും പിന്നെ അവർ ഡ്രസ്സൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന കാര്യമൊക്കെ അവിടെ പറയുന്നുണ്ട്. കംപ്ലീറ്റ് ദ ഗിവൺ ഡയഗ്രാം റിലേറ്റഡ് ടു സ്റ്റോൺ ഏജ്. ശ്രദ്ധിക്കണം, സ്റ്റോൺ ഏജുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന ഡയഗ്രാം പൂർത്തിയാക്കുക. ഈ ഡയഗ്രാം നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡയഗ്രാം കാണാത്തവർക്കായിട്ട് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. പാലിയോലിറ്റിക് ഏജ്, യൂസ്ഡ് റഫ് സ്റ്റോൺ ടൂൾസ്. മിസോലിറ്റിക്കിന്റെയും നിയോലിറ്റിക്കിന്റെയും നമ്മളോട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. കിട്ടൂലേ? ഞാൻ നേരത്തെ ഒരു സെക്ഷൻ കാണിച്ചു തന്നപ്പോൾ പ്രാചീന ശിലായുഗം, പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചു. നവീന ശിലായുഗവും മധ്യശിലായുഗവും നമ്മളോട് എഴുതാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഇത് എല്ലാ കുഞ്ഞുങ്ങൾക്കും ആൻസർ എഴുതാൻ പറ്റും. കാരണം ഇത് നോക്കി, നമ്മൾ ഇവിടെ കറക്റ്റ് ആയിട്ട് ഓരോന്നിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതിലുള്ളത് ഏതെങ്കിലും 2 പോയിന്റ് അപ്പുറത്തെടുത്ത് എഴുതി വെച്ചാൽ പോരെ, ആൻസർ ശരിയാവൂല എന്തായാലും. ഓക്കെ, യെസ്. അപ്പൊ ഇതിന്റെ ആൻസർ അറിയാവുന്നവർ വേഗം ഒന്ന് കമന്റ് ചെയ്തേ. എല്ലാവരും ഇതിന്റെ ആൻസർ എനിക്ക് പറയാൻ പറ്റുന്നുള്ള എല്ലാവരും വേഗം ഒന്ന് കമന്റ് ചെയ്തേ, ഫാസ്റ്റ്. ഓക്കെ, മിസോലിറ്റിക് അഥവാ മധ്യശിലായുഗം വേഗം ഒന്ന് കമന്റ് ചെയ്തേ. മിസോലിറ്റിക് അഥവാ മധ്യശിലായുഗം ആൻസർ വേഗം ഒന്ന് കമന്റ് ചെയ്തേ. യെസ്. ഓക്കെ, പല പോയിന്റുകളാണ് ആൻസർ കമന്റ് ആയിട്ട് വരുന്നത്, പല പോയിന്റ്സാ. ഓക്കെ, ഇനി നിയോലിറ്റിക്കിന്റെ ഒന്ന് കമന്റ് ചെയ്തേ, നിയോലിറ്റിക് ഏജിന്റെ. ഓക്കെ, യെസ്. ഓക്കെ, എല്ലാവരും പല പോയിന്റ്സ് ആണ് കമന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാകും, എല്ലാവരും ആ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇതെങ്ങനെയൊക്കെ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ചോദിച്ചോട്ടെ, മാച്ച് ദ ഫോളോയിങ് ആയിക്കോട്ടെ, ടേബിൾ കംപ്ലീഷൻ ആയിക്കോട്ടെ, എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും.
സെറ്റ് ആണല്ലോ ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ യൂസ്ഡ് റഫ് സ്റ്റോൺ ടൂൾസ്, പാലിയോലിറ്റിക് ഏജ്. അപ്പൊ നമുക്ക് ആൻസർ ജസ്റ്റ് ഒന്ന് നോക്കാം. മിസോലിറ്റിക് ഏജ് ആണെങ്കിൽ യൂസ്ഡ് മൈക്രോലിത്ത്, ചെറിയ കല്ലുപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഇനി നിയോലിറ്റിക്കിന്റെ അകത്ത് പോളിഷ്ഡ് സ്റ്റോൺസ് ആൻഡ് അഗ്രികൾച്ചർ, മിനുക്കിയ കല്ലുകൾ കൃഷി ആരംഭിച്ചു. അപ്പോൾ ചിന്തിക്കും, എടാ ഞങ്ങൾ ഈ പോയിന്റ് അല്ല എഴുതിയത്, നീ പറഞ്ഞ പോയിന്റ് വേറെ അല്ലേ എന്നുള്ളത്. ഒന്നും പേടിക്കണ്ട, അതിന്റെ ഏതെങ്കിലും ഒരു ഫീച്ചറാണ് മെയിൻ ആയിട്ട് ഉപയോഗിച്ചേക്കുന്നത് അല്ലെങ്കിൽ പറയാനായിട്ട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് അവിടെ പഠിക്കാനായിട്ട്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ എ സെക്ഷൻ അവിടെ കഴിഞ്ഞു. ബി സെക്ഷൻ നോക്കി. ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ട്രാൻസ്ഫോംഡ് ഹ്യൂമൻ ലൈഫ്, ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ്. കൃഷിയുടെ ആരംഭം മനുഷ്യ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി സമർത്ഥിക്കുക. ശരിയല്ലേ? മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലേ? എന്തൊക്കെ മാറ്റങ്ങളാ വരുത്തിയത്? എല്ലാവർക്കും ഈ പറഞ്ഞ മെയിൻ ആയിട്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഭക്ഷണത്തിനുള്ള വക, ഭക്ഷ്യസുരക്ഷ എന്നുള്ളൊരു സംഭവത്തിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നു. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ മെയിൻ പോയിന്റ് ആയിട്ട് വരേണ്ടത്. നോക്കാം. ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ട്രാൻസ്ഫോംഡ് ഹ്യൂമൻ ലൈഫ്, ഫാമിംഗ് ലെഡ് ടു പെർമനന്റ് സെറ്റിൽമെന്റ്. മനുഷ്യൻ എന്ത് ചെയ്തു? സ്ഥിര താമസങ്ങൾ ഉണ്ടായി, സ്ഥിരവാസങ്ങൾ ആരംഭിച്ചു. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്, മൃഗങ്ങളെ ഇണക്കി വളർത്തി. ഫുഡ് സർപ്ലസ്, ധാന്യ സമൃദ്ധി ഉണ്ടായി. സമൂഹവും വ്യാപാരവും വികസിച്ചു. ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി ആൻഡ് ട്രേഡ്. ഇത് ഇങ്ങനെ ഒരു ചോദ്യം നമ്മൾ ബൈഹാർട്ടായിട്ട് പഠിക്കുന്നതല്ല, നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചതിന്റെ മീനിങ്ങിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എഴുതേണ്ട ഒരു ആൻസർ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെയും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. നമ്മൾ എല്ലാ സംഭവവും ടെക്സ്റ്റ് ബുക്കിലുള്ളത് കാണാപ്പാഠം പഠിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ അവിടെ എഴുതാൻ പറയൂല. ചില ചോദ്യങ്ങൾ ഇങ്ങനെ നമ്മളെ ട്രാപ്പ് ചെയ്യാനായിട്ട്, ട്രാപ്പ് മീൻസ് നമ്മളത് മനസ്സിലാക്കി പഠിച്ചതാണോ എന്നറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ അങ്ങനെ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടാകും. ക്ലിയർ ആണല്ലോ? ഇതേപോലെയാണ് നമുക്ക് ഈ സെക്ഷൻ അവിടെ പഠിക്കേണ്ടതും ആൻസർ എഴുതേണ്ടതും. സോ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ പഠിക്കാനുള്ളത്. ഇനി ഞാൻ പറഞ്ഞു ആദ്യത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറെ പേർക്ക് കത്തിയിട്ടുണ്ടാവും, ആദ്യത്തെ ഗ്രാഫ് എന്തിനു വേണ്ടിയിട്ടാണ് ഇവൻ ഇത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് എന്നുള്ളത്. ഇപ്പോ നിങ്ങൾക്ക് ഐഡിയ വന്നിട്ടുണ്ടാകും. ഹോമോ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യവർഗങ്ങളുടെ സവിശേഷതകളാണ് താഴെ തന്നിട്ടുള്ളത്. മനുഷ്യവർഗത്തെ തിരിച്ചറിഞ്ഞ് പേരെഴുതുക. 1, 2, 3 എന്നിട്ട് വേഗം കമന്റ് ചെയ്ത് എല്ലാവരും. ഒരു 30 സെക്കൻഡ് സമയം ഞാൻ എല്ലാവർക്കും കമന്റ് ചെയ്യാൻ തരും. എന്നിട്ട് ആൻസർ വായിക്കുള്ളൂ. നമ്മുടെ ലൈവിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇത് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, യെസ്. ഓക്കെ, കാരണം നമ്മൾ അത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ആദ്യത്തെ ആ ഒരു ഗ്രാഫ് പറഞ്ഞു തന്നിരുന്നതാണ്. ഗ്രാഫ് അറിയാത്തവർക്കായിട്ട് ജസ്റ്റ് ഒന്നും കൂടെ കാണിക്കാം. ഈ ഒരു സംഭവം ഇതിൽ ഈ സെക്ഷൻസ് ആണ് അവിടെ ചോദിച്ചേക്കുന്നത്, ഈ ഒരു സെക്ഷൻ ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇനി വീണ്ടും കാണിച്ചു തരുന്നില്ല, നോക്കി പറയാൻ തോന്നുന്നു നമുക്ക്. ഓക്കെ, യെസ്. വേഗം 1, 2, 3 എന്നിട്ടൊന്ന് കമന്റ് ചെയ്തേ. എ വൈസ് മാൻ ഓർ തിങ്കിങ് മാൻ ഏതാ? ഓക്കെ, അപ്പോ ആൻസർ നോക്കാറോ? എ വൈസ് മാൻ ഓർ തിങ്കിങ് മാൻ. ഓക്കെ, കമന്റ് ചെയ്യുന്നുണ്ട്. 1, 2, 3. ഓക്കെ, യെസ്. ഹോമോ ഇറക്ടസ്, ഹോമോസാപ്പിയൻസ്. ഓക്കെ, ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ ആൻസർ പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, കറക്റ്റ് ആയിട്ട് 1, 2, 3 എന്നിടണം. ചിലപ്പോൾ നിങ്ങളുടെ ആവേശം കൊണ്ട് ഞാൻ ആദ്യം ആൻസർ കമന്റ് ചെയ്യണം എന്നൊരു ആവേശം കൊണ്ടായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് കമന്റ് ചെയ്യുന്നത്. പക്ഷേ ശ്രദ്ധിക്കണം, 1, 2, 3 എന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് എനിക്ക് ഇങ്ങോട്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. സോ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ആൻസർ ഹോമോസാപ്പിയൻസ് ആയിരുന്നു അവിടെ വൈസ് മാൻ അല്ലെങ്കിൽ വൈസ് തിങ്കിങ് മാൻ എന്ന് പറയുന്നത്. ഹോമോ ഹാബിലിസ് ആയിരുന്നു ടൂൾ മേക്കേഴ്സ്. ഓക്കെ, ഹോമോ ഹാബിലിസ് ആയിരുന്നു അവിടെ ടൂൾ മേക്കേഴ്സ്. ഹോമോ ഇറക്ടസ് ആയിരുന്നു അപ്രൈറ്റ് ഹ്യൂമൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെയിം സാധനം തന്നെയല്ലേ ഇവിടെ ടേബിൾ ആയിട്ട് തന്നിരുന്നത്? ഓക്കെ, ഈ സെയിം സാധനം തന്നെ തന്നിരുന്നത്. അപ്പോൾ ഇതേപോലെ ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആയിരിക്കുള്ളൂ നാളെ നമുക്ക് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നന്നായിട്ട് ഇതേപോലത്തെ സെക്ഷൻസ് ഒക്കെ പഠിച്ചു പോയേക്കുക. കാരണം ക്വസ്റ്റ്യൻ എടുത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സെക്ഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ എടുക്കാനായിട്ട് എന്തുള്ളത് അവിടെ ചാൻസ് ഉള്ളത്. ഓക്കെ, ഇനി അതിൽ തന്നെ ഒരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്. റൈറ്റ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഹ്യൂമൻ എവല്യൂഷൻ. മനുഷ്യ പരിണാമവുമായി ബന്ധപ്പെട്ട ശരിയായ ആശയം എന്ത് ചെയ്യുക, കണ്ടെത്തി എഴുതുക. ഓക്കെ, അപ്പോൾ 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇതിൽ ഏതാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് കണ്ടെത്തി എഴുതുക. ലാസ്റ്റ് പോയിന്റിന്റെ മലയാളം, ആധുനിക മനുഷ്യന്റെ വർഗമാണ് അവിടെ ഹോമോ ഹാബിലിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് മലയാളം അവിടെ കാണാൻ പറ്റാത്തത് കൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, വേഗം ഒന്ന് കമന്റ് ചെയ്തേ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് വേഗം. യെസ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, ഹ്യൂമൻ എവല്യൂഷൻ ബിഗാൻ ഫ്രം പ്രൈമേറ്റ്സ്, എ കാറ്റഗറി ഓഫ് മാമൽസ്. സസ്തനികളിലെ ഒരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത്. ഹോമിനോയിഡ്സ് ഇവോൾവ്ഡ് ഫ്രം ഹോമിനിഡ്സ്. ഓക്കെ, അടുത്തത് ഹോമിനിഡുകളിൽ നിന്നാണ് ഹോമിനോയിഡുകൾ വന്നേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആസ്ട്രലോപിത്തക്കസ് ഈസ് ദ സബ് ഗ്രൂപ്പ് ഓഫ് ഹോമോ. ഹോമോയുടെ ഉപവിഭാഗമാണ് ആസ്ട്രലോപിത്തക്കസ്. ലാസ്റ്റത്തെയാണ് ഹോമോ ഹാബിലിസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് മോഡേൺ മാൻ. ആധുനിക മനുഷ്യന്റെ വർഗമാണ് ഹോമോ ഹാബിലിസ്. ഓക്കെ, കുറെ പേര് എ ഓപ്ഷൻ പറയുന്നുണ്ട്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആ സെയിം തന്നെയാണ്. ഓക്കെ, യെസ്.
ഇത് തന്നെയാണ് കറക്റ്റ്. ശരിയായവരൊക്കെ വേഗം കുറച്ച് ഫയർ റിയാക്ഷൻ ഒക്കെ ഇട്ടേ നമ്മുടെ ചാറ്റ് ബോക്സിൽ. ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു എന്നുള്ള എല്ലാവരും കുറച്ച് ഫയർ റിയാക്ഷൻ ഒക്കെ ഇട്ടേ വേഗം. ഓക്കെ, യെസ്. അപ്പോൾ ഹ്യൂമൻ ഇവല്യൂഷൻ ബിഗാൻ വിത്ത് പ്രൈമേറ്റ്സ്, എ കാറ്റഗറി ഓഫ് മാമൽ. സസ്തനികളുടെ ഒരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യ പരിണാമം എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. കറക്റ്റ് ആൻസർ അതാണ്. അടുത്തത് എല്ലാവരും ശരിയാക്കിക്കൊള്ളാം, നിർബന്ധം നിർബന്ധം നിർബന്ധം. ഓക്കെ, യെസ്. ചാൾസ് ഡാർവിന്റെ ഒരു ബുക്ക് ഉണ്ട്, ദ തിയറി ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ. ഇൻ വിച്ച് ബുക്ക് ഡിഡ് ചാൾസ് ഡാർവിൻ പ്രസന്റഡ് ദ തിയറി ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ? മനുഷ്യ പരിണാമത്തെ കുറിച്ചിട്ടുള്ള സിദ്ധാന്തം ചാൾസ് ഡാർവിന്റെ ഏത് ഗ്രന്ഥത്തിലാണ് അവതരിപ്പിച്ചത്? ദ പവർ ഓഫ് മൂവ്മെന്റ് ഇൻ പ്ലാന്റ്സ്, ദ പവർ ഓഫ് മൂവ്മെന്റ് ഇൻ പ്ലാന്റ്സ്, ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്, ദ ലൈഫ് ഓഫ് ദ എർത്ത്, ലാസ്റ്റ് ഒറിജിൻ ഓഫ് ലൈഫ്. വേഗം കമന്റ് ചെയ്തേ. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്ന് മാത്രം കമന്റ് ചെയ്താൽ മതി. ഫാസ്റ്റ്. ഓക്കെ, യെസ്. ബി പറയുന്നു, ഡി പറയുന്നു. യെസ്. സാറേ കമന്റ് ചെയ്യുന്നില്ല എല്ലാവരും ഫാസ്റ്റ് ആയിട്ട്? യെസ്. ബി പറയുന്നു, ഡി പറയുന്നു. യെസ്. ഓക്കെ, കറക്റ്റ് ആൻസർ നോക്കാലോ. ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്, ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഈ ക്വസ്റ്റ്യനും ശരിയാക്കിയവർ എല്ലാവരും ഒരു ഫയർ റിയാക്ഷൻ ഇട്ടെ. ഈ ക്വസ്റ്റ്യനും ഞാൻ ശരിയാക്കി എന്നുള്ള എല്ലാവരും ഒരു ഫയർ റിയാക്ഷൻ ഇട്ടെ വേഗം. യെസ്. ഓക്കെ, ഫയർ റിയാക്ഷൻ ഒക്കെ വരുന്നുണ്ട്. കിടിലമായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ അപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഇനി നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എടുക്കാനായിട്ട് കുറച്ച് നേരത്തെ പോയിരുന്ന ഗോപി മിസ് തിരിച്ചു വരുന്നുണ്ട്. ടീച്ചർ ഒന്ന് വിളിച്ചാൽ നമുക്ക്. യെസ്, ടീച്ചർ എല്ലാവരും കുറച്ച് ആപ്പിളൊക്കെ കൊടുത്ത് വെൽക്കം ചെയ്തേ. വിശപ്പിന്റെ അസുഖമുള്ള വ്യക്തിയാ ടീച്ചറെ. ബായോ, വരട്ടെ. ഓക്കെ, യെസ്. ഓക്കെ മക്കളെ എവിടെ ഉഷാറല്ലേ? ഇത് ആപ്പിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. യെസ്, പിന്നെ അല്ല കണ്ട സാറേ, ഞങ്ങളുടെ 6ാം ക്ലാസ്സിലെ കുട്ടികളുടെ സ്നേഹം കാണുന്നുണ്ടോ സച്ചിൻ സാർ? അതൊക്കെ യെസ്. ഞാൻ അങ്ങോട്ട് വിശ്രമിക്കാൻ ആയിക്കോളൂ. അല്ല, കുറച്ച് വെള്ളം കുടിക്കാൻ, കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് വെള്ളം കുടിച്ചോളാൻ സാറിന് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇവര്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ചാപ്റ്റർ ടീച്ചർ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോ ഓക്കെ, ഞാൻ പോയിട്ട് വരാം. യെസ്. അപ്പൊ മക്കളെ നമ്മൾ എങ്ങനെയാ തുടങ്ങാല്ലേ? ഉഷാറായിട്ട് സെറ്റ് ആയിട്ട് നമുക്ക് തുടങ്ങാം. യെസ്. അപ്പൊ വേഗം എല്ലാവരും നമ്മുടെ ചാറ്റ് ബോക്സിൽ കുറച്ച് ഫയർ ഇട്ടാണ്. അതാ നിങ്ങൾ സെറ്റ് ആയിട്ട് ഫസ്റ്റ് ചാപ്റ്റർ പൊളിയായിട്ട് പഠിച്ചു. ഇതാ ക്വസ്റ്റ്യൻസും ചെയ്തു. എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നതാണോ അല്ലെ? ഇതാ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി നോക്കി കഴിഞ്ഞപ്പോൾ കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട്. യെസ്. നമ്മളിതാ സെക്കൻഡ് ചാപ്റ്റർ ആണ് മിസ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് എനിക്ക് നിങ്ങളുടെ പവർ കാണോട്ടെ. എനർജി ഒക്കെ കുറഞ്ഞോടാ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞപ്പോ. ഇല്ല, ഉഷാറാണ്. യെസ്, എനിക്ക് കുറച്ചധികം ഫയർ വന്നേ. സെറ്റ് ആണല്ലേ സാറേ? ഇതാ നമ്മുടെ കമന്റ് ബോക്സും ചാറ്റ് ബോക്സ് ഒക്കെ കത്തുന്നുണ്ട്. ഓക്കെ, പിന്നല്ല നമ്മുടെ പിള്ളേരുടെ പവർ അല്ലേ? യെസ്. അപ്പൊ നോക്കിക്കേ, ഇതാ ഞാൻ തള്ളിയിട്ടു ഫസ്റ്റ് ചാപ്റ്ററിനെ. തുടങ്ങാണ്. ചാപ്റ്റർ 2 ഏർലി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ആദ്യകാല രാഷ്ട്രങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം നമ്മൾ ആദ്യം ഒന്ന് മിസ് ക്വിക്കായിട്ട് പറഞ്ഞു തരും. എന്റെ കൂടെ നിന്ന് പറഞ്ഞോളാം. അത് കഴിഞ്ഞ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസും കൂടി ചെയ്യാം. റെഡി? യെസ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഏതൻസും സ്പാർട്ടയും തമ്മിലുള്ള ഫീച്ചേഴ്സ് ആണ് അല്ലെ? അപ്പൊ ഇവിടെ ഞാൻ നിങ്ങളോട് നമ്മൾ ഓൾറെഡി പഠിച്ചു പോയ കാര്യങ്ങളാണ്. മിസ് ഇവിടെ ഏതൻസിന്റെ കാര്യങ്ങൾ അങ്ങ് പറയും. അപ്പൊ ഇതിനെ കണക്ട് ചെയ്ത് സ്പാർട്ടയുടെ ഫീച്ചേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ചാറ്റ് ബോക്സിൽ അങ്ങിട്ടേക്കാം. റെഡി? യെസ്, റെഡി. നോക്കിക്കോളൂ. ജനാധിപത്യം അതായത് ഡെമോക്രസി ഒറിജിനേറ്റ് ചെയ്തത്, ഉത്ഭവിച്ചത് എവിടെ നിന്നാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഏതൻസിൽ നിന്നാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പൗരാവകാശം അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ആർക്ക് മാത്രമായിരുന്നൂടാ ഏതൻസിൽ പൗരാവകാശം അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്നത്? ഒൺലി മെൻസ്, പുരുഷന്മാർക്ക് മാത്രമായിരുന്നു. സ്ത്രീകൾക്കും അടിമകൾക്കും ഫോറിനേഴ്സിനും അല്ലെ, വിമൺ സ്ലേവ്സ് ആൻഡ് ഫോറിനേഴ്സ് ഇവർക്കൊന്നും എന്തുണ്ടായിരുന്നില്ല? സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പൗരാവകാശം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആണ്. ആർക്ക് മാത്രമായിരുന്നു സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്നത്? ഒൺലി മെൻസ്, പുരുഷന്മാർക്ക് മാത്രമായിരുന്നു. ആരെയായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കിയിരുന്നത്? വിമൺ സ്ലേവ്സ് ഫോറിനേഴ്സിനെ നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കിയിരുന്നു എന്നുള്ളതാണ് അല്ലെ? യെസ്. അടുത്തത് പൊളിറ്റിക്കൽ ബോഡി അസംബ്ലി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രാഷ്ട്രീയ സ്ഥാപനം ഏതായിരുന്നു? അസംബ്ലി ആയിരുന്നു. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് ആർട്ട് ആൻഡ് കൾച്ചറൽ ഫോക്കസിനായിരുന്നു അല്ലെ? യെസ്. ദെൻ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മിലിറ്ററി അഥവാ സൈന്യത്തെ കുറിച്ചാണ് നമുക്ക് ഏതൻസിന്റെ പഠിക്കാനുള്ളത്. എങ്ങനെയായിരുന്നു മിലിറ്ററി അഥവാ സൈന്യം എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? 2 years 2 വർഷത്തെ കമ്പൽസറി നിർബന്ധിത അല്ലെ, കമ്പൽസറി സർവീസ് ആർക്കുണ്ടായിരിക്കണം? കൊണ്ടായിരിക്കണം. സ്ട്രോങ് ആർമി ആൻഡ് നേവി ആർക്ക് കൊടുത്തിരിക്കും എന്നുള്ളതാണ്? ഏതൻസിൽ കൊടുത്തിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഏതൻസിന്റെ ഫീച്ചേഴ്സിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ സെറ്റ് ആണോ? ഏതൻസിന്റെ ഫീച്ചേഴ്സ് സെറ്റ് ആണെങ്കിൽ മിസ് ദാ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. റെഡി ആണോ? യെസ്, റെഡി ആണെങ്കിൽ റെഡി എന്നൊന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടേ. യെസ്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ്? ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി ഒറിജിനേറ്റ് ചെയ്തത് ഏതൻസിൽ നിന്നാണ്. സിറ്റിസൺഷിപ്പ് ആർക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്? മെൻസിന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സ്ത്രീകളെയും അടിമകളെയും ഫോറിനേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്തിരുന്നു?
നമ്മളല്ല ഏതൻസുകാര് മാറ്റി നിർത്തിയിരുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ രാഷ്ട്രീയ ബോഡി അസംബ്ലി പറഞ്ഞു. അതേപോലെ തന്നെ മിലിറ്ററി സൈന്യം 2 വർഷത്തെ നിർബന്ധിത പരിശീലനം അല്ലെ സർവീസസ് വേണം എന്നുള്ളതാണ് നമ്മൾ സൈന്യത്തിൽ പഠിച്ചത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ. ഏതൻസിന്റെ കാര്യം പക്കയാണോ? യെസ്, എന്നോട് സ്നേഹമൊക്കെ വരുന്നുണ്ട് സാറേ. വെള്ളം കുടിക്കും മിസ്സേ, വെള്ളം കുടിക്കും മിസ്സേ. എടാ വെള്ളം കുടിക്കാടാ, നന്നായിട്ട് വെള്ളം കുടിക്കാം, നിങ്ങൾ ഇതൊന്ന് പഠിക്കേ. യെസ്, ഓക്കെ. അപ്പൊ ഏതൻസിൽ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ഫസ്റ്റ് വൺ, ആർക്കായിരുന്നു സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്നത്? വരട്ടെ നമ്മുടെ ചാറ്റ് ബോക്സിൽ വേഗം എല്ലാവരും ഒന്ന് ആൻസർ ഇട്ടേ. ആർക്കായിരുന്നു സിറ്റിസൺഷിപ്പ്? ആർക്കായിരുന്നു? യെസ് മെൻ. വെരി ഗുഡ്. പുരുഷന്മാർ, മെന്നൊക്കെ വരുന്നുണ്ട് അല്ലെ. എങ്കിൽ എന്റെ അടുത്ത ചോദ്യമാ, എത്ര വർഷത്തെ മിലിറ്ററി സർവീസ് ആണ് വേണ്ടത്? എത്ര വർഷത്തെ മിലിറ്ററി സർവീസ് ആണ്? 23 അല്ല. 23 എവിടെയാണ്? ഈ പറഞ്ഞ സ്പാർട്ടയിലേക്ക് നമ്മൾ വരുന്നുള്ളൂ. സ്പാർട്ട. യെസ്, സ്പാർട്ട. ദെൻ അടുത്തത് എത്രയായിരുന്നു? 2 ആണോ, 3 ആണോ, 4 ആണോ, 5 ആണോ? എത്രയാണ് നമ്മൾ പഠിച്ചത്? 2 years ആയിരുന്നു അല്ലെ. 2 വർഷത്തെ നിർബന്ധിത കമ്പൽസറി സർവീസ് ആണ് പറഞ്ഞിരുന്നത്. ദിങ്കിത സ്പാർട്ടയിലേക്ക് തുടങ്ങാണ്. റൂൾ അല്ലെങ്കിൽ ഭരണകൂടം എന്തായിരുന്നു? അരിസ്ട്രോക്രാറ്റിക് റൂൾ ആയിരുന്നു. വായിൽ കുടുങ്ങരുത്. എന്താണ്? അരിസ്ട്രോക്രാറ്റിക് റൂൾ ആയിരുന്നു ഭരണ സിസ്റ്റം എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൂടുതൽ ഫോക്കസ് കൊടുത്തിരുന്നത് എന്തിനായിരുന്നടാ? ട്രഡീഷണൽ വാല്യൂസ്. കണ്ടോ, പരമ്പരാഗത മൂല്യങ്ങൾക്കും അതുപോലെ തന്നെ സൈന്യം മിലിറ്ററിക്കുമായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാം, വളരെ മിലിറ്ററിക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുത്തവരായതുകൊണ്ട് തന്നെയാണ് 23 വർഷത്തെ നിർബന്ധമായിട്ടും ആൺകുട്ടികൾ എല്ലാവർക്കും 23 വർഷത്തെ സൈനിക പരിശീലനമൊക്കെ സേവനമൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് എന്തിനു തന്നെയായിരുന്നു? മിലിറ്ററിക്ക് തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. ക്ലിയർ ആണോ? അപ്പൊ പറഞ്ഞത് ഏതൻസും സ്പാർട്ടയും തമ്മിലുള്ള ഫീച്ചേഴ്സ് പക്കയാണെങ്കിൽ എല്ലാവരും പക്ക എന്നൊന്ന് ചാറ്റ് ബോക്സിലിട്ടെ. പക്ക, PAK ആവരുത് കേട്ടോ, PAKK. യെസ്, ഓക്കെ. ഇനി ഞാൻ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. റെഡി? അപ്പൊ സ്പാർട്ട പഠിച്ചു കഴിഞ്ഞാൽ അറിയാനായിട്ട് ഞാനൊന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. യെസ് മക്കളെ, എത്ര വർഷത്തെ കമ്പൽസറി മിലിറ്ററി സർവീസ് ആണ് ഇവിടെ കൊടുത്തിരുന്നത്? എത്ര വർഷത്തെ കമ്പൽസറി മിലിറ്ററി സർവീസ് ആണോ? യെസ് 23. 2, 3 ഒരു ഗ്യാപ്പ് ഒക്കെ വരുന്നുണ്ട്. 2, 3 കൂട്ടി 5 ഒക്കെ പറയരുത് കേട്ടോ. എത്രയാണ്? യെസ്, വെരി ഗുഡ്. 23 years ആണല്ലേ. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഇമോജീസ് ഒക്കെ വരുന്നുണ്ട് സാറേ. പട്ടാളം, സൈന്യം ഒക്കെ വരുന്നു തുടങ്ങിയല്ലേ ചാറ്റ് ബോക്സിൽ. യെസ്, വെരി ഗുഡ്. പിന്നല്ല, പവർ ആണപ്പോ. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തത് പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത് പേർഷ്യനും റോമനും ആണല്ലേ. അപ്പൊ പേർഷ്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ പേർഷ്യൻ ഭരണ സംവിധാനത്തെ കുറിച്ച് നമുക്ക് ക്വിക്ക് ആയിട്ടൊന്ന് പഠിച്ചാലോടാ. യെസ്, വേഗം നോക്കിക്കോളൂ. ദ വാസ്റ്റ് എംപയർ വാസ് ഡിവൈഡഡ് ഇൻടു ദ വലിയ ഭരണ സൗകര്യത്തിനായിട്ട് ഈസി ആയിട്ട് ഭരിക്കാനായിട്ട് ആ വലിയ സാമ്രാജ്യത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പല ഭാഗങ്ങളായിട്ട് എന്തായിരുന്നു? പല ഭാഗങ്ങളായിട്ട് സത്പ്രീ എന്നറിയപ്പെടുന്ന അല്ലെ, സത്പ്രീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സത്പ്രീസ് അല്ലെങ്കിൽ പ്രവിശ്യകളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ദ സത്പ്രീസ് വർ അണ്ടർ ദ ഗവർണേഴ്സ് നോൺ ആസ് സത്പ്രാസ്. കണ്ടോ, സത്പ്ര എന്നറിയപ്പെടുന്ന ഗവർണർമാരുടെ ആരാടാ സത്പ്രാസ്? സത്പ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണർമാരാണ് അല്ലെ. ആരാണ് സത്പ്രാസ്? ഗവർണർമാരുടെ കീഴിലായിരുന്നു ആര്? ഈ സത്പ്രീസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ സത്പ്രാസ് എൻഫോഴ്സ് ദ ലോ ആൻഡ് ടാക്സ് സിസ്റ്റം ഓഫ് ദ കിങ്. കണ്ടോ, എവിടെയായിരുന്നു? എന്തായിരുന്നു ഈ സത്രമാരുടെ പണി? എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? രാജാവിന്റെ നിയമങ്ങളും നികുതി സമ്പ്രദായവും കൈകാര്യം ചെയ്യാന്നുള്ളത് അല്ലെ. ഇതൊക്കെ നടപ്പിലാക്കിയിരുന്നത് രാജാവിന്റെ നിയമങ്ങളും ലോസും ടാക്സ് സിസ്റ്റവും നികുതി സമ്പ്രദായവും എല്ലാം കൈകാര്യം ചെയ്തിരുന്നത് ആരായിരുന്നു? ഈ പറഞ്ഞ സത്പ്രീസ് ആയിരുന്നു. ക്ലിയർ ആണോ? സെറ്റ് ആണോ പറഞ്ഞ കാര്യങ്ങളൊക്കെ? യെസ്. അപ്പൊ ഞാനിപ്പോ ക്വസ്റ്റ്യൻ ചോദിക്കും, വേഗം ഒന്ന് പഠിച്ചോ. എന്താ നോക്കിക്കോളൂ. സത്പ്രീസിനെ കുറിച്ച് പറഞ്ഞു, സത്പ്രാസിനെ കുറിച്ച് പറഞ്ഞു, ഗവർണേഴ്സിനെ കുറിച്ച് പറഞ്ഞു. എങ്കിൽ എന്റെ ചോദ്യം, എന്തായിരുന്നു സത്പ്രാസ് ചെയ്തിരുന്നത്? എന്തായിരുന്നു ചെയ്തിരുന്നത്? യെസ് വരുന്നുണ്ടല്ലേ. ടാക്സ് സിസ്റ്റം വരുന്നുണ്ട്, ലോസ് നിയമങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ലോസ്, ടാക്സ് സിസ്റ്റം. യെസ്, വെരി ഗുഡ്. ഓക്കെ, അടുത്ത് നോക്കിയാൽ ഫീച്ചേഴ്സ് ഓഫ് റോമൻ എംപയർ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് റോമൻ എംപയർ ആണ് അല്ലെ. അപ്പൊ ക്വിക്ക് ആയിട്ട് എല്ലാവരും കണ്ണടച്ച് നിന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഈ സെക്കൻഡ് ചാപ്റ്ററിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാന്നുള്ളത് ക്വിക്ക് ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കി. ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? സ്പാർട്ടയാണോ? യെസ്. ആദ്യം എന്താ പഠിച്ചത്? ഏതൻസ് ആയിരുന്നു പഠിച്ചത് അല്ലെ. എന്തായിരുന്നു? ഏതൻസിനെ കുറിച്ച് പഠിച്ചു. അത് കഴിഞ്ഞ് സ്പാർട്ടയെ കുറിച്ച് പഠിച്ചു. ദെൻ നമ്മൾ പേർഷ്യൻ എംപയറിനെ കുറിച്ച് പഠിച്ചു. അടുത്ത് നമ്മൾ ഇതാ പഠിക്കാൻ പോകുന്നത് റോമൻ എംപയർ ആണ്. ഏതാണ്? റോമൻ എംപയർ ആണ്. നോക്കിക്കോളൂ. ദ റോമൻ എംപയർ വാസ് എ വാസ്റ്റ് എംപയർ. നമുക്കറിയാലേ, ഏറ്റവും വാസ്റ്റ് ആയിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു വലിയ എംപയർ ആയിരുന്നു. എന്ത് സാമ്രാജ്യമായിരുന്നു? ഏത്? ഈ പറഞ്ഞ റോമൻ എംപയർ എന്നുള്ളത്. ദാറ്റ് സ്പ്രെഡ് അക്രോസ്. എവിടെയൊക്കെയാണ് വ്യാപിച്ചു കിടന്നിരുന്നത്? യൂറോപ്പ്, നോർത്ത് ആഫ്രിക്ക, വെസ്റ്റേൺ ഏഷ്യ, ഈ പറയുന്ന പ്രദേശങ്ങളിലെല്ലാം വ്യാപിച്ചു കിടന്ന വിശാലമായ വലിയ ഒരു ഏരിയ ആയിരുന്നു ഇതിൽ വന്നത്, ഈ റോമൻ എംപയറിൽ വന്നേ അല്ലെ. ദ റോമൻ
എംപയേഴ്സ് were known as, കണ്ടോ എന്താണ് പ്രിൻസപ്പ് എന്ന പേരിൽ ആരാണ് അറിയപ്പെട്ടിരുന്നത്? റോമൻ എംപയേഴ്സ് അല്ലെ, അല്ലെങ്കിൽ റോമൻ ചക്രവർത്തിമാരെ, രാജാക്കന്മാരെയാണ് ഏത് പേരിൽ അറിയപ്പെട്ടത്? പ്രിൻസപ്സ് എന്നല്ലേ. ഇനി ഞാനൊരു ക്വിക്കായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അവിടെയും നമ്മളൊരു രാജാക്കന്മാരെ വിളിക്കുന്ന ഒരു പേര് പറഞ്ഞിരുന്നു. സിവിലൈസേഷൻസ് അല്ലെങ്കിൽ സംസ്കാരങ്ങളിൽ എവിടെ വരുന്നുണ്ടോ? ചാറ്റ് ബോക്സിൽ നോക്കട്ടെ, എത്ര പേര് അത് ഓർക്കുന്നുണ്ട് നോക്കട്ടെ. വരുന്നുണ്ടോ സാറേ നമ്മുടെ ചാറ്റ് ബോക്സിൽ? യെസ് ഫറവോ എന്നൊക്കെ വരുന്നുണ്ടല്ലേ. യെസ്, ഓക്കെ. അപ്പൊ ആ ചാപ്റ്റർ നിങ്ങൾക്ക് സെറ്റ് ആയിന്നല്ലേ. സാറിനോട് പറയാലോ എനിക്ക്. സാർ അപ്പോ ഇവർക്ക് ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ് ആണ് കേട്ടോ, പക്കയാണ് ഇവർക്ക്. സേഫ് ആണ് ഇവരുടെ കയ്യിൽ. ഓക്കെ, യെസ്, സന്തോഷമായിരുന്നു. ഓക്കെ, യെസ്, സാറോടെ ഹാപ്പി ആണ് കേട്ടോ, ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് സെറ്റ് ആണെന്ന് പറഞ്ഞതിൽ. യെസ്, അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്ന രാജാക്കന്മാരുടെ പേരെന്താടാ? പ്രിൻസെപ്സ് എന്നാണ്. എന്താണ്? പ്രിൻസെപ്സ് എന്നാണ് ഇവിടെ രാജാക്കന്മാർ അറിയപ്പെടുന്ന പേര്. അതേപോലെ തന്നെ ദ സിസ്റ്റം ഓഫ് ഗവേണൻസ് ലെഡ് ബൈ ദ പ്രിൻസപ്പ് വാസ് കോൾഡ്. ഈ രാജാക്കന്മാർ അല്ലെങ്കിൽ പ്രിൻസപ്പ്മാർ നടത്തിയിരുന്ന അല്ലെങ്കിൽ കൊണ്ടുപോയിരുന്ന ഒരു ഭരണ സംവിധാനത്തെ, സിസ്റ്റത്തെ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തെ വിളിക്കുന്ന പേരെന്താണ്? പ്രിൻസിപ്പേറ്റ് എന്നാണ്. എന്താണ്? പ്രിൻസിപ്പേറ്റ് എന്നാണ്. കിട്ടിയോ? കണക്ട് ചെയ്ത് പഠിക്കല്ലേ. പ്രിൻസപ്പും പ്രിൻസിപ്പേറ്റും. പ്രിൻസപ്പ് ആരാണ്? രാജാക്കന്മാരാണ്. അവർ മുന്നോട്ട് കൊണ്ടുവന്ന സിസ്റ്റത്തെ എന്ത് വിളിക്കുന്നു? പ്രിൻസിപ്പേറ്റ് എന്ന് വിളിക്കുന്നു. യെസ്, വെരി ഗുഡ്. ഞാൻ അടുത്ത് നോക്കാം. അഗസ്റ്റസ് എസ്റ്റാബ്ലിഷ് ദ പ്രിൻസിപ്പേറ്റ് ഗവേണിംഗ് സിസ്റ്റം അല്ലെ. ആരാണ്? അഗസ്റ്റസ് ആണ് ഈ പറഞ്ഞ പ്രിൻസിപ്പേറ്റ് ഭരണ സംവിധാനം അല്ലെങ്കിൽ ഗവേണിംഗ് സിസ്റ്റം മുന്നോട്ട് കൊണ്ടുവന്നത്. ആരായിരുന്നു? അഗസ്റ്റസ് ആയിരുന്നു എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നത്. ദർ വാസ് എ സ്ട്രോങ് ആർമി. ഇവർക്കും എങ്ങനെയായിരുന്നു? വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ഡെയിലി, വെറുതെ ഒന്നല്ല മോനെ, റെഗുലർ ആയിട്ട് കൂലി കൊടുത്ത്, റെഗുലർ വേജസ് ഒക്കെ കൊടുത്ത് സെറ്റാക്കി നിർത്തിയിട്ടുള്ള, കൂലിയൊക്കെ കൊടുത്ത് സെറ്റാക്കി നിർത്തിയിട്ടുള്ള നല്ല പവർഫുൾ ആയിട്ടുള്ള സൈന്യം ആർക്കുണ്ടായിരുന്നു? ഈ പറഞ്ഞ റോമൻ എംപയറിനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ക്ലിയർ ആണോളാ പറഞ്ഞത്? 4 കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. ആദ്യം എന്താ പഠിച്ചത്? ആദ്യം നമ്മൾ ഏതൻസിനെ കുറിച്ച് പഠിച്ചു, സ്പാർട്ടയെ കുറിച്ച് പഠിച്ചു, അതേപോലെ തന്നെ പേർഷ്യൻ എംപയറിനെ കുറിച്ച് പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ റോമൻ എംപയറിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ. യെസ്, അപ്പൊ എല്ലാവരും ക്യുക്കായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മറിച്ച് നോക്കിയടാ. അതാ ഞാൻ പരീക്ഷ എടുക്കാൻ പോവാട്ടോ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ സെറ്റ് ആയിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് അറിയട്ടെ. യെസ്, ഓക്കെ ആണല്ലോ. യെസ്, എങ്കിൽ ഒരു 2 ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. റെഡിയാണോ? റെഡിയാണ്. ചോദിക്കാം. എന്താടാ ഇവിടെ നമ്മൾ രാജാക്കന്മാരെ വിളിച്ചിരുന്ന പേര് അല്ലെങ്കിൽ അറിയപ്പെട്ടിരുന്ന റോമൻ എംപയേഴ്സ് അറിയപ്പെട്ടിരുന്ന പേരെന്തായിരുന്നു? എന്തായിരുന്നു റോമൻ എംപയേഴ്സ് അറിയപ്പെട്ടിരുന്ന പേര്? യെസ്, പ്രിൻസപ്പ് എന്നൊക്കെ വരുന്നുണ്ട്. പ്രിൻസപ്പിന്റെ സ്പെല്ലിംഗ് ഒക്കെ വേറെയാണല്ലോ സാറേ. പ്രിൻസപ്പേറ്റ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. എടാ, രാജാക്കന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പ്രിൻസപ്പ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവരുടെ സിസ്റ്റം ആണ് പ്രിൻസിപ്പേറ്റ്സ് എന്ന് അറിയപ്പെട്ടിരുന്നത് കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. യെസ്, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാലോ. റെഡി? യെസ്, എന്നതാ പിടിച്ചോളൂ. A-B എന്ന് പറഞ്ഞ് സബ് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നുണ്ട്. ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് പോലെ ഒരു കട്ടിങ് നമ്മൾ ഇവിടെ കാണിക്കുന്നുണ്ട്. കണ്ടല്ലോ, ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് പോലെ ഒരു കട്ടിങ് ആണ് നിങ്ങൾ ആദ്യം കാണിച്ചിരിക്കുന്നത്. നോക്കാം. ദ ഇനീഷ്യൽ ഫോം ഓഫ് ഡെമോക്രസി വാസ് ഒറിജിനേറ്റഡ് ദ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് ഓഫ് ഏതൻസ്. ഇത് എന്ത് നമുക്കറിയാവുന്ന ഫീച്ചർ അല്ലേ, നമ്മൾ ഇപ്പൊ പഠിച്ചത് അല്ലെ. ജനാധിപത്യത്തിന്റെ അല്ലെങ്കിൽ ഡെമോക്രസിയുടെ ആദ്യ രൂപം ഉടലെടുത്തത് എവിടെയാണാ? ഗ്രീക്ക് സിറ്റി ആയിട്ടുള്ള ഏതൻസിലാണെന്നുള്ളതൊക്കെ നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. എങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാ, വാട്ട് വേർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെമോക്രസി ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്? കേട്ടോ, ആ കാലഘട്ടത്തിലെ ജനാധിപത്യത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു പ്രത്യേകതകൾ എന്നുള്ളതാണ് ആദ്യം നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം ക്യുക്കായിട്ട് ഈ ചാപ്റ്റർ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആണ് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനിയിപ്പോ അങ്ങോട്ട് വരാൻ പോകുന്നത് എന്നുള്ളല്ലേ. അപ്പൊ വേഗം ആ കീ വേർഡ്സ് ഒക്കെ എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടെ. വേഗം ഒന്ന് പറഞ്ഞേ, എന്തൊക്കെയായിരുന്നു ആ ജനാധിപത്യത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്നുള്ളത്. യെസ്, ദാ നോക്കിക്കോളൂ. ഒന്ന്, ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഓഫ് സിറ്റിസൺസിന് എങ്ങനെയായിരുന്നു? ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ, നേരിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ കാര്യം. സെക്കൻഡ് നമ്മൾ പറഞ്ഞു എന്താണ്? മെൻ പുരുഷന്മാർക്ക് മാത്രമേ എന്തുണ്ടായിരുന്നുള്ളൂ? സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്നുള്ളൂ. പുരുഷന്മാർക്ക് മാത്രമേ സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്നുള്ളൂ. സ്ത്രീകൾക്കും അതേപോലെ തന്നെ അടിമകൾക്കും ഒരു കൂട്ടരും കൂടിയുണ്ട്. സ്ത്രീകളും അടിമകളും ഒരു കൂട്ടരും കൂടി, ഞാനിവിടെ ആഡ് ചെയ്യാത്ത ഒരു കൂട്ടരും കൂടിയുണ്ട്. വേഗം എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടേ. വന്നോ ആ കൂട്ടരൊക്കെ വന്നോ? യെസ്, എവിടെ? യെസ്, ഫോറിനേഴ്സ് ആണോ മിസ്സേ? ഫോറിനേഴ്സ് അല്ലേ? യെസ്, ഫോറിനേഴ്സ് ആണ്. വെരി ഗുഡ്, ഫോറിനേഴ്സ് ആണല്ലേ. ആ മൂന്നാമത്തെ കൂട്ടുകാരാണ് ഫോറിനേഴ്സ് ആണ്. ഇവർക്കൊന്നും എന്തുണ്ടായിരുന്നില്ല? സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഇവിടെ ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത് എവിടെയായിരുന്നു? അസംബ്ലിയിലായിരുന്നു അല്ലേ. ഞാൻ ഈ മൂന്നാമത്തെ ബിയും നിങ്ങളെ കാണിച്ചു തന്നല്ലോടാ. ബിയും കാണിച്ചു തന്നല്ലോ. എന്ത് ചെയ്യും?
ശരി പോട്ടെ, നിങ്ങളെ എനിക്ക് വിശ്വാസമാണ്, നിങ്ങൾ ആരും കണ്ടില്ലെന്ന് കരുതാണ് ഞാൻ. അപ്പൊ അടുത്ത എല്ലാവരും വേഗം ഒന്ന് പറഞ്ഞേ, മൂന്നാമത്തെ ബി ഒന്ന് പറഞ്ഞേ. ഹൗ വാസ് ദ പൊളിറ്റിക്കൽ ബോഡി ഓഫ് ഏതൻസ് നോൺ? കണ്ടോ, ഏതൻസിന്റെ രാഷ്ട്രീയ സഭയെ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? നമ്മൾ ഇപ്പോ പഠിച്ചുള്ളൂ, ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഏതൻസിലെ ഈ രാഷ്ട്രസഭയിലാണ് എല്ലാവരും കൂടിയിരുന്ന് പ്രധാനപ്പെട്ട ഡിസിഷൻസ് അല്ലെങ്കിൽ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഏതാണ് വില്ലേജ് ആണോ, വില്ലേജ് പരിഷത്താണോ, അസംബ്ലി ആണോ, കൗൺസിൽ ആണോ, പാർലമെന്റ് ആണോ? ABCD ഓപ്ഷൻ ചാറ്റ് ബോക്സ് വരട്ടെ, കത്തട്ടെ നമ്മുടെ ചാറ്റ് ബോക്സ്. ബി പറയുന്നുണ്ട് കുറെ പേര്. ബി 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 എടക്കൊരു സി വന്നല്ലോ സാറേ, എടക്കൊരു സി. ഡി വരുന്നുണ്ട്, പാർലമെന്റ് നമ്മുടെ പാർലമെന്റ്. ഓക്കെ, യെസ്, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഏതാണ്? അസംബ്ലി ആണ് അല്ലെ? ഏതാണ്? അസംബ്ലി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. എത്ര പേര് ശരിയാക്കി? ഞാൻ പറയട്ടെ, 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിരുന്നു. ഈ 5 മാർക്കിന്റെ ക്വസ്റ്റില് 3 മാർക്ക് ഈ ഏൻഷ്യൻ ഡെമോക്രസിയുടെ ഫീച്ചേഴ്സ് എഴുതാനും 2 മാർക്ക് അസംബ്ലിന്ന് എഴുതാനും. എത്ര പേർക്ക് 5 ഔട്ട് ഓഫ് 5 കിട്ടി? വേഗം നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേ. എത്ര പേർക്കാണ് 5-ൽ 5 മാർക്ക് കിട്ടിയവരെ ഒന്ന് വേഗം ഇട്ടേ ചാറ്റ് ബോക്സിൽ. യെസ്, ദാ ഒരു 2 സെക്കൻഡ് സമയം തരും ഞാൻ. വേഗം ആയിക്കോട്ടെ കേട്ടോ, നമ്മുടെ ചാറ്റ് ബോക്സിൽ വേഗം ഒന്ന് ഇട്ടേ. എവിടെ നോക്കട്ടെ? യെസ്, 5. ഓക്കെ, വേറെ ഫീച്ചേഴ്സ് എഴുതിയവരുണ്ട്. ഈ ഫീച്ചേഴ്സ് അല്ലാതെ 1-2 ഫീച്ചേഴ്സും കൂടി എഴുതിയവരുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. ഇവിടെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ ഫീച്ചേഴ്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇത് തന്നെ എഴുതണം എന്നില്ല, എഴുതിയവർക്ക് മാർക്ക് കൊടുക്കുക കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ്സിൽ ഏത് എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ മാർക്ക് കൊടുക്കാം എന്നുള്ളതാണ്. യെസ്, നമ്മളിവിടെ പറഞ്ഞതാണല്ലേ ഏതൻസ്. കണ്ടോ, ഏതൊക്കെയാണ്? ആർട്ട് ആൻഡ് കൾച്ചറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. അതേപോലെ ഡെമോക്രസി ഒറിജിനേറ്റ് ചെയ്താലും പറയുന്നുണ്ട്. 2 years കമ്പൽസറി സർവീസ് എഴുതിയവരൊക്കെ ഉണ്ട് അല്ലെ? ഓക്കെ, നോ പ്രോബ്ലം. യെസ്, 2 years കമ്പൽസറി സർവീസ് എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് മാർക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. യെസ്, അതേപോലെ തന്നെ ഇതേപോലൊരു ക്വസ്റ്റ്യൻ നാളെ നിങ്ങൾക്ക് ഈ ഏതൻസിൽ നിന്നും സ്പാർട്ടയിൽ നിന്നും ഉറപ്പായിട്ട് ചോദിക്കും. ഞാൻ വളരെ ഇമ്പോർട്ടന്റ് എന്നുള്ള രീതിയിൽ എഴുതി ഒപ്പിട്ട് തരാം. നാളെ നിങ്ങൾക്ക് എക്സാമിന് എന്താണ് ഈ പറയുന്ന ഏതൻസും സ്പാർട്ടയിലും നിന്ന് ഒരു ചോദ്യം ഉണ്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? സെറ്റായിട്ട് പഠിച്ചിട്ട് വേണം പോവാനായിട്ട്. അടിപൊളിയായിട്ട് ഇപ്പൊ തന്നെ നിങ്ങളുടെ കയ്യിൽ ഈ മാർക്ക് സേഫ് ആണ് അല്ലെ? യെസ്, അടുത്തത് അതേപോലെ തന്നെയാണ് ഈ എംപയേഴ്സും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണെന്നുള്ളതാണ്. ക്ലിയർ ആണോടാ പറഞ്ഞത്? ഓക്കെ ആണോടാ പറഞ്ഞത്? യെസ്, എങ്കിൽ ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ തരാൻ പോവാണ്. അവിടെ എന്റെ ഒപ്പക പിന്നെയും കയറി വന്നിട്ടുണ്ട്. ഞാൻ അതൊന്ന് ക്ലിയർ ചെയ്തോട്ടെ കേട്ടോ. യെസ്, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. There were political difficulties in bringing Greece under a uniform administrative system. അല്ലെ? ഒരു പൊതുഭരണ സംവിധാനത്തിന് കീഴിൽ ഗ്രീസിനെ കൊണ്ടുവരാൻ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ? കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഇവര് അനുഭവിക്കേണ്ടി വന്നു അല്ലെങ്കിൽ നേരിടേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. വാട്ട് വർ ദ റീസൺസ്? എന്തായിരുന്നുടാ ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? മക്കളെ, ഒരു കാര്യം പറഞ്ഞോട്ടെ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത് ഈ രീതിയിലൊക്കെ ആയിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ ഒരു സ്കില്ലിൽ കൂടി എഴുതി പ്രസന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുക എക്സാമിന് ക്വസ്റ്റ്യൻ വരാ എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ നമ്മൾ 3AB കഴിഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുകയാണ്. വേഗം ഒന്ന് പറഞ്ഞേ, എന്തൊക്കെയായിരിക്കും റീസൺസ്? കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? മിസ് ഒരു ഹായ് തരുമോ? ഹായ് എല്ലാവർക്കും ഹായ്. പേര് വിളിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലേ സാറേ? പേര് വിളിക്കുമോ, ഹായ് തരുമോ എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും ഹായ്. നമ്മൾ ഡെയിലി കാണുന്നവരല്ലാതെ കുറച്ച് പേരൊക്കെ ഉണ്ടല്ലേ? യെസ്, ഓക്കെ. അപ്പൊ മക്കളെ എല്ലാവർക്കും ഹായ്. എല്ലാവരും കട്ടക്ക് നിൽക്കുക. നാളെ നമുക്ക് സോഷ്യൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അങ്ങ് തൂക്കും നമ്മൾ പരീക്ഷ, അത്രേ ഉള്ളൂ അല്ലെ? യെസ്, നോക്കിക്കോളൂ. എന്തൊക്കെയായിരുന്നു ആ ഡിഫിക്കൽട്ടീസ് അവിടെ നിൽക്കട്ടെ. നിങ്ങൾ അപ്പൊ ബിയുടെ ആൻസർ കാണും, 4ാമത്തെ ബിയുടെ ആൻസർ കാണും. അപ്പൊ ഞാൻ ബി തരാട്ടോ. നിങ്ങൾ നോക്കിക്കേ, 4ാമത്തെ ബി ഒന്ന് വായിച്ചു നോക്കിയടാ. It was during the reign of Augustus that Roman Republic transitioned completely into Roman Empire. കണ്ടോ, ആരുടെ കാലഘട്ടത്തിൽ? നോക്കിക്കേ, അഗസ്റ്റസിന്റെ ഭരണകാലത്താണ് റോമൻ റിപ്പബ്ലിക് പൂർണ്ണമായും എന്താവുന്നത്? റോമൻ സാമ്രാജ്യമായി മാറിയത്. എങ്ങനെയാണ് റോമൻ റിപ്പബ്ലിക് പൂർണ്ണമായും റോമൻ സാമ്രാജ്യമായി മാറി എന്നാണ് പറയപ്പെടുന്നത്. വാട്ട് വേർ ദ ഫീച്ചേഴ്സ് ഓഫ് റോമൻ എംപയർ? വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇപ്പൊ പഠിച്ചു പോയ കാര്യമാണ്. ഞാനൊന്ന് മാറി കാണിച്ചു തരാം. ഏതൊക്കെയാണ്? വാട്ട് വേർ ദ ഫീച്ചേഴ്സ് ഓഫ് റോമൻ എംപയറിന്റെ അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തിന്റെ സവിശേഷതകൾ. പോരട്ടെ, വേഗം പോരട്ടെ. ഞാൻ ഒരു 30 സെക്കൻഡ് സമയം തരാൻ പോവാണ്.
വേഗം എല്ലാവരും ഒന്ന് പറഞ്ഞേടാ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് റോമൻ എംപയർ? റോമൻ എംപയറിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് വേഗം. യെസ് 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 യെസ്, പല 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 ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ആർമി വരുന്നുണ്ട്, നേവി വരുന്നുണ്ട്, വർഷങ്ങളൊക്കെ വരുന്നുണ്ട്. സാറേ വലിയ വലിയ വർഷങ്ങളുടെ കണക്കൊക്കെ വരുന്നുണ്ടോ? 23 ആർമി, നേവി, കുറെ അധികം ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് അല്ലെ. നോക്കാം നമുക്ക് എന്തൊക്കെയാന്നുള്ളത്. ഡിഫിക്കൽട്ടീസ് ആദ്യം നമുക്കൊന്ന് പറയാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു ഇവർ നേരിട്ടിരുന്ന കാരണങ്ങൾ, ഡിഫിക്കൽട്ടീസിനുണ്ടായിരുന്ന റീസൺസ് എന്തൊക്കെയായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഡിഫിക്കൽട്ടീസ് ഓഫ് യൂണിഫോം അഡ്മിനിസ്ട്രേഷൻ ഇൻ ഗ്രീസ്. കണ്ടോ, എന്തായിരുന്നു ഗ്രീസിലെ ഈ മലനിരകളും അതേപോലെ ഭൂമിശാസ്ത്രീയമായിട്ടുള്ള വിഭജനവും കാരണമൊക്കെ അവിടെ ഒരു യൂണിഫോമിറ്റി, ഏകഭരണം, യൂണിഫോം അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ഒരു പ്രശ്നമായിരുന്നു അല്ലെ. അതിൽ ഒന്നാമത്തെ കാരണം എന്തായിരുന്നടാ? ഹില്ലി ആൻഡ് മൗണ്ടെയിൻ ടെറൈൻ അല്ലെ. ഗ്രീസിലെ മലനിരകളും അതേപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായ വിഭജനവും ഈ പറയുന്നതിന്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ കാരണമായിരുന്നു എന്നുള്ള ഈ പറഞ്ഞ ഡിഫിക്കൽട്ടീസിന് ഒരു കാരണമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഏതൊക്കെയാണ് ആ കാരണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹില്ലി ആൻഡ് മൗണ്ടെയിൻ ടെറൈൻ, ഹില്ലി ആൻഡ് മൗണ്ടെയിനിയസ് ടെറൈൻ, അതേപോലെ തന്നെ മെയിൻ സിറ്റി സ്റ്റേറ്റ്സ്. കണ്ടോ, പ്രധാനപ്പെട്ട സിറ്റി സ്റ്റേറ്റ്സ് സെപ്പറേറ്റഡ് ജിയോഗ്രഫിക്കലി. കണ്ടോ, ഭൂമിശാസ്ത്രപരമായിട്ട് പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളെയൊക്കെ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്തതും ഇതിനൊരു പ്രധാന കാരണമായി എന്നുള്ളതാണ്. മിസ്സേ ഒന്നും കൂടി വായിക്കുമോ? പിന്നെന്താ, ഒന്നും കൂടി വായിക്കാം. എന്താ, ശ്രദ്ധിച്ചിരുന്നോ? മിസ്സിന്റെ ഒപ്പം എല്ലാവരും വായിക്കണം. എന്തൊക്കെയായിരുന്നു ഡിഫിക്കൽട്ടീസിന്റെ 2 കാരണങ്ങൾ? ഒന്ന് ഹില്ലി ആൻഡ് മൗണ്ടെയിൻ ടെറൈൻ. എന്താണ് ഹില്ലി ആൻഡ് മൗണ്ടെയിൻ ടെറൈൻ? ഗ്രീസിലെ മലനിരകൾ. 2 മെയിൻ സിറ്റി സ്റ്റേറ്റ് സെപ്പറേറ്റഡ് ജിയോഗ്രഫിക്കലി. പ്രധാനപ്പെട്ട സ്റ്റേറ്റ് അല്ലെ, പ്രധാനപ്പെട്ട ഗ്രീസിലെ പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളെല്ലാം ജിയോഗ്രഫിക്കലി ഭൂമിശാസ്ത്രപരമായിട്ട് സെപ്പറേറ്റ് ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് അവിടെ പറയാനുള്ളത് അല്ലെ. റീസൺസ് ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ? പക്കയാണെങ്കിൽ എവിടെ? യെസ്, പക്കയാണ് എങ്കിൽ എല്ലാവരും കുറച്ച് ഫയർ ഇമോജി ഇട്ടേടാ നമ്മുടെ ചാറ്റ് ബോക്സിൽ. കുറച്ച് ഫയർ ഇമോജി ഇട്ടേ, സെറ്റ് ആണെങ്കിൽ. യെസ്, ഓക്കെ. എങ്കിൽ നമുക്ക് ഫീച്ചേഴ്സ് പഠിച്ചാലോ? നിങ്ങളോട് സെക്കൻഡ് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റോമൻ എംപയറിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നല്ലേ. റോമൻ എംപയറിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് റോമൻ എംപയർ? എന്തൊക്കെയായിരുന്നു? സ്ട്രോങ് സെൻട്രൽ റൂൾ അണ്ടർ ദി എംപറർ. കണ്ടോ, എന്താണ്? വളരെ സ്ട്രോങ് ആയിട്ടുള്ള ശക്തമായ റൂളിംഗ് സിസ്റ്റം അല്ലെ. ചക്രവർത്തിയുടെ കീഴിൽ വളരെ ശക്തമായ ഒരു റൂളിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വാസ്റ്റ് എംപയർ ആണെന്ന് പറഞ്ഞു അല്ലെ. വിശാലമായിട്ടുള്ള എംപയർ ആണെന്ന് പറഞ്ഞു. റോഡ്, ആർമി, ട്രേഡ്, ഇതൊക്കെ അവരുടെ ഫീച്ചേഴ്സ് ആണ് അല്ലെ. റോഡുകളും മിലിറ്ററി, ആർമി, സൈന്യം, ട്രേഡ്, കച്ചവടം, നെറ്റ്വർക്ക്സ്, ട്രേഡ് നെറ്റ്വർക്ക്സ്, ഇതെല്ലാം എന്തായിരുന്നു? അവരുടെ ഫീച്ചേഴ്സ് ആണ്. ദെൻ പീസ്. കണ്ടോ, നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. പീസ്, സമാധാനം. എന്താണ് പീസ് അഥവാ സമാധാനം കേട്ടോ. സൈന്യം, വ്യാപാരവും അതേപോലെ തന്നെ വ്യാപാരവും. കണ്ടോ, സൈന്യവും വ്യാപാരവും ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ ആണ്. അതേപോലെ തന്നെ സമാധാനം. എന്തില്ലെങ്കിലും എന്ത് വേണോടാ? സമാധാനം വേണോ അല്ലേ. യെസ്, ഓക്കെ. അപ്പൊ എന്താണ് ഈ പറഞ്ഞതെല്ലാം ഫീച്ചേഴ്സ് ആണ് അല്ലെ. യെസ്, അപ്പൊ മക്കളെ നിങ്ങൾ പഠിക്കുമ്പോൾ റോമൻ എംപയറും പേർഷ്യൻ എംപയറും കംപ്ലീറ്റ് ഒന്ന് പഠിച്ചേക്കാം. നമ്മുടെ തുടക്കത്തിൽ സാറ് പറഞ്ഞ പോലെ നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറഞ്ഞു പോകുന്നത്. ആ ടോപ്പിക്കുകൾ നിങ്ങൾ ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടിരുന്ന് പഠിച്ചേക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ എന്തൊക്കെയാണ് അവരുടെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ എന്നുള്ളത്. മിസ്സിന്റെ ഒപ്പം എല്ലാവരും കട്ടയ്ക്കൊന്ന് ഒപ്പം എണ്ണി ഒന്ന് പറഞ്ഞേടാ. ഫസ്റ്റ് വൺ എന്താണ്? സ്ട്രോങ് സെൻട്രൽ റൂൾ അണ്ടർ ദി എംപറർ അല്ലെ. ശക്തമായ ചക്രവർത്തി വാഴ്ച. എന്താണ് ശക്തമായ ചക്രവർത്തി വാഴ്ച? വാസ്റ്റ് എംപയർ വിത്ത് ദ പ്രൊവിൻസസ്, പ്രവിശ്യ വിഭാഗങ്ങൾ, അതേപോലെ തന്നെ റോഡ്സ്, ആർമി, ട്രേഡ് നെറ്റ്വർക്ക്സ് ഒക്കെ പറഞ്ഞു അല്ലെ. സൈന്യവും വ്യാപാരവും എല്ലാം പറഞ്ഞു. ആൻഡ് ദ പീസ്, ലാസ്റ്റ് വൺ എന്താണ്? പീസ് അഥവാ സമാധാനമാണ്. ക്ലിയർ ആണോടാ പറഞ്ഞത്? യെസ്. അങ്ങനെ ഞാൻ അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കുകയാണ് മക്കളെ. കടക്കട്ടെ മിസ്? ഓക്കെ, റെഡി ആണോ? യെസ്. അപ്പൊ മിസ് ക്വിക്ക് ആയിട്ട് ഒന്നും കൂടി പറയാം. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്, സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ, ഏർലി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ആദ്യകാല രാഷ്ട്രങ്ങളിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ഫീച്ചേഴ്സ് ഓഫ് ഏതൻസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് സ്പാർട്ട അല്ലെ. ഏതൻസിന്റെയും അതേപോലെ തന്നെ സ്പാർട്ടയുടെയും ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സവിശേഷതകളെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് പേർഷ്യൻ എംപയർ, അതേപോലെ തന്നെ റോമൻ എംപയർ ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇത്രയും ടോപ്പിക്സ്, ഈ പറഞ്ഞ 2 ടോപ്പിക്സും വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് ചെയ്ത് വെച്ചോ, അത്ര ഇമ്പോർട്ടന്റ് ആണ്. നാളെ എക്സാം കഴിയുമ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് പറയും മിസ് എഴുതിന്ന് ക്വസ്റ്റ്യൻ വന്നിരുന്നു എന്ന് പറയും. ഉറപ്പ് പോരെ? അപ്പൊ
അപ്പൊ നാളെ നിങ്ങൾ നോക്കിക്കോ, ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും എക്സാമിന് ഉണ്ടായിരിക്കും. ദെൻ അതിന് നമ്മൾ കണക്ട് ചെയ്തൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് ഞാൻ കടക്കുകയാണ്. ഏതാണ് ആ ചാപ്റ്റർ? സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ് എന്നുള്ളതാണ് നമ്മുടെ ആ ചാപ്റ്ററിന്റെ പേര്. ഏതാണ്? രാഷ്ട്രവും ഗവൺമെന്റും. വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ പറഞ്ഞ ചാപ്റ്റർ 3 സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ് എന്നുള്ളത്. എന്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. വളരെ ഫേവറേറ്റ്. എന്ത് സിമ്പിൾ ആണ്, 2 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ ക്ലീൻ അല്ലേ, സെറ്റ് അല്ലേ? യെസ്. അങ്ങനെ ഒരു കാര്യം ചെയ്യട്ടെ, ഈ 4 ചാപ്റ്ററിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചാപ്റ്റർ ഏതാണ്? നിങ്ങളുടെ ഫേവറേറ്റ് ചാപ്റ്റർ ഏതാണ്? 1 2 3 4 വേഗം ഒന്ന് പറഞ്ഞേ. 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ? ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് ചാപ്റ്റർ? യെസ്, 3 വരുന്നുണ്ടല്ലോ സാറേ, കുറച്ചധികം 3 വരുന്നുണ്ടല്ലേ? യെസ്, കുറച്ചധികം 3 വരുന്നുണ്ട്. ഈ 3 ടീംസ് എല്ലാം ഏതാണ്? സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ് ആണല്ലേ. അപ്പൊ നമ്മളൊക്കെ ഒരു ടീമാണല്ലേ, കട്ടക്കാണ്. യെസ്, അപ്പൊ ഒന്ന് ഇടിച്ചോട്ടെ എല്ലാവരും, സെറ്റ് ആണെങ്കിൽ. ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങാണ്. രാഷ്ട്രവും ഗവൺമെന്റും പഠിക്കാൻ പോവാണ്. ഇതിൽ നമുക്ക് ആദ്യം ഓരോ ടോപ്പിക്കുകളായിട്ട് പഠിക്കണം. പോപ്പുലേഷൻ അഥവാ ജനസംഖ്യ എന്താന്നുള്ളത് പഠിക്കണം അല്ലെ. ജനങ്ങളില്ലാതെ എന്ത് സ്റ്റേറ്റടാ അല്ലെ? ഒരു സ്റ്റേറ്റ് ആവണമെങ്കിൽ അവിടെ എന്ത് വേണം? ജനങ്ങൾ വേണം അല്ലെ. നമ്മളൊരു പാട്ടൊക്കെ പഠിച്ചിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചാപ്റ്റർ എടുത്തപ്പോൾ മിസ് ഒരു പാട്ടൊക്കെ പാടിയായിരുന്നു. ആലായാൽ തറ വേണം, അടുത്തൊരു അമ്പലം വേണം എന്നൊക്കെ അല്ലെ നമ്മുടെ ക്ലാസ്സില്. അതേപോലെ തന്നെ ഒരു സ്റ്റേറ്റ് ആവണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം? ചാറ്റ് ബോക്സിൽ വന്നിട്ട് എന്താണ് വേണ്ടത്? യെസ്, പീപ്പിൾസ്. വെരി ഗുഡ്, പീപ്പിൾസ് ആണ് വേണ്ടത് അല്ലെ. യെസ്, ജനങ്ങളില്ലാതെ സംസ്ഥാനമില്ല എന്നുള്ളതാണ്. എങ്കിൽ എന്റെ അടുത്ത ചോദ്യം നിങ്ങൾ തന്നെ പറയും, ഈ ജനങ്ങൾ എത്ര എണ്ണം വേണം, എത്ര കൗണ്ട് വേണം എന്നൊരു കണക്കുണ്ടോ? ഇല്ല. നോ ഫിക്സഡ് നമ്പർ അല്ലെ. ഒരു ഫിക്സഡ് ആയിട്ടുള്ള നമ്പർ ഇല്ല. ഇത്ര ജനങ്ങൾ വേണം എന്നുള്ള ഒരു ഫിക്സഡ് ആയിട്ടുള്ള നമ്പർ ഇല്ല, നിശ്ചിത സംഖ്യയില്ല. അതേപോലെ തന്നെ ജനങ്ങൾ ഇന്ന വിഭാഗത്തിൽപ്പെട്ട, ഇന്ന നിറമുള്ള, ഇന്ന വിഭാഗം, ഇന്ന ജാതി, ഇന്ന മതം എന്നൊക്കെ ഉണ്ടോ? ഇല്ല. നമ്മളെല്ലാവരും ഒരു ജനാധിപത്യ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് സിസ്റ്റത്തിൽ വരുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്തിൽ ജീവിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങളെല്ലാം എന്താണ്? പല കളറും പല ക്ലാസും പല റിലീജിയൻ അല്ലെ, ജാതി മതം വർഗ വ്യത്യാസങ്ങളൊക്കെ എങ്ങനെയാണ്? വ്യത്യാസമുള്ളവരാണ് അല്ലെ, ഡിഫറെന്റ് ആയിട്ടുള്ളവരാണ് ഇവിടുത്തെ ജനങ്ങൾ എന്ന് പറയുന്നത്. മോർ ഓവർ നമ്മുടെ ഇടയിൽ എന്ത് വേണം? ഒരു യൂണിറ്റി അഥവാ ഐക്യം ഉണ്ടായിരിക്കണം അല്ലെ, ഒരു മ്യൂച്വൽ ഡിപ്പെൻഡൻസ്. പരസ്പരം നമ്മൾ എങ്ങനെയായിരിക്കണം? ഡിപ്പെൻഡന്റ് ആയിരിക്കണം, ആശ്രയിക്കണം. അതേപോലെ തന്നെ എല്ലാവരുടെയും പൊതു താല്പര്യങ്ങളെല്ലാം നമ്മൾ പരിഗണിക്കുന്ന രീതിയിൽ ആയിരിക്കണം പോകേണ്ടതെന്നുള്ളത്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ പോപ്പുലേഷൻ നിങ്ങളുടെ കയ്യിൽ സെറ്റ് ആണെന്നുള്ളതാണ്. യെസ്, അപ്പൊ ഞാൻ ഇതിൽ നിന്നൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്. ചോദ്യം ഇതാണ്, എടാ എന്താണ് പോപ്പുലേഷനിലെ ജനങ്ങളുടെ എണ്ണത്തിന് കൃത്യമായൊരു എണ്ണമുണ്ടോ ഇല്ലയോ? ഇത്ര ജനങ്ങൾ ഉണ്ടാവണം അല്ലെങ്കിൽ ഇത്രയാണ് അവരുടെ നമ്പർ എന്നൊരു കൗണ്ട് ഉണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? നിങ്ങളുടെ ആൻസർ ആണ് എനിക്ക് പറയേണ്ടത്. യെസ് ഓർ നോ? യെസ് ഉണ്ടോ? ആരെങ്കിലും യെസ് പറയുന്നവരുണ്ടോ? ആരെങ്കിലും നോ പറയുന്നവരുണ്ടോ? യെസ് നോക്കട്ടെ. കുറച്ച് പേര് പറയുന്നുണ്ടല്ലേ, കുറച്ച് യെസ് ഒക്കെ വരുന്നുണ്ട്. കൗണ്ട് ഉണ്ട്? ഇല്ല. നോ. വെരി ഗുഡ്. നോയാണ് കൂടുതലും നമ്മുടെ ചാറ്റ് ബോക്സിൽ നിൽക്കുന്നത്. അപ്പൊ എന്താണ്? നോ ആണല്ലേ. അവിടെ നമുക്ക് പ്രത്യേകിച്ചൊരു കൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല, എത്ര വേണമെങ്കിലും നമ്പേഴ്സ് പോവാം എന്നുള്ളതാണ്. യെസ്, പോപ്പുലേഷൻ സെറ്റ് ആണെങ്കിൽ അടുത്തതിലോട്ട് ഞാൻ കടന്നോട്ടെടാ. ടെറിട്ടറി അഥവാ പ്രദേശമാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ്? ടെറിട്ടറി അഥവാ പ്രദേശമാണ് അല്ലേ. എല്ലാവർക്കും ഒരു പെർമനന്റ് ആയിട്ടുള്ള സ്ഥിരവും വ്യക്തവുമായ ഒരു ടെറിട്ടറി ഉണ്ടായിരിക്കണം എന്നുള്ളതല്ലേ. അതേപോലെ തന്നെ നമ്മൾ പഠിച്ചതാണ് സ്റ്റേറ്റ് അഥവാ സംസ്ഥാനത്തിനും എങ്ങനെയാണ്? ഒരു ഫിക്സഡ് വ്യക്തമായ പ്രദേശം വേണം. ഫിക്സഡ് ആയിട്ടുള്ള ഒരു പ്രദേശം ഉണ്ടായിരിക്കണം. ഫിക്സഡ് കണ്ടോ, ഫിക്സഡ് എന്നുള്ള വാക്ക് നിങ്ങളുടെ ആൻസറിൽ ഉണ്ടായിരിക്കണം. ഫിക്സഡ് അഥവാ വ്യക്തമായി എന്നുള്ള രീതിയിൽ കേട്ടോ. ഫിക്സഡ് അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള എന്നുള്ളത്. ദെൻ സൈസ് എങ്ങനെയാടാ? നോ സ്പെസിഫിക് സൈസ് ഈസ് നീഡഡ് അല്ലെ. ഇത്ര വലുപ്പം അങ്ങനെ ഒരു കണക്കൊന്നുമില്ല. പ്രത്യേകിച്ച് അവിടെ നമുക്ക് വലിപ്പമൊന്നും ആവശ്യമില്ല അല്ലെ. അവിടെ നമുക്ക് വലിപ്പമൊന്നും ആവശ്യമില്ല. ദെൻ മോഡേൺ സ്റ്റേറ്റ്സ്, ഇപ്പോഴത്തെ പുതിയ ആധുനിക സംസ്ഥാനങ്ങൾക്ക് എങ്ങനെയാണ്? അവരുടെ ടെറിട്ടറീസ് പൊതുവെ വലിയ ലാർജർ ടെറിട്ടറീസ് ആണ് അല്ലെ, വലുതായ പ്രദേശങ്ങളാണ് അല്ലെ. സാധാരണയായി വലുതായ പ്രദേശങ്ങളാണ് ഈ മോഡേൺ സ്റ്റേറ്റ്സിൽ വരുന്ന ടെറിട്ടറീസ് എന്നുള്ളത്. കിട്ടിയോ? യെസ്. അടുത്ത ഞാൻ പോക്കോട്ടെ. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ. നാളെ എക്സാമിന് നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ഉണ്ടായിരിക്കും. 100% ഷുവർ. ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാന്നുള്ളത് വേഗം ഒന്ന് പറഞ്ഞേ. യെസ്, ഞാൻ സ്ലൈഡ് ഓൾറെഡി കാണിച്ചു, എന്നാലും ഞാൻ മാറ്റിയിടാണ്. വേഗം നമ്മുടെ ചാറ്റ് ബോക്സിൽ ആദ്യം നിങ്ങൾ തന്നെ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. യെസ്, ഡിഫൻസ് വരുന്നുണ്ട്,
ലോ വരുന്നുണ്ട്, പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. യെസ് യെസ് ഓക്കെ, പ്രൊട്ടക്ഷൻ വീണ്ടും വരുന്നുണ്ട്, പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, സെക്യൂരിറ്റി വരുന്നുണ്ട്. യെസ് സെക്യൂരിറ്റി. യെസ്, അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആൻസർ എന്നുള്ളത്. നോക്കിക്കോളൂ. ദ ഫസ്റ്റ് വൺ ലോ ആൻഡ് ഓർഡർ ആണ് അല്ലെ. നിയമവും ക്രമസമാധാനവും, മെയിൻറ്റെയിനിങ് പീസ്, സമാധാനം നിലനിർത്താനായിട്ട് എന്ത് വേണം? നിയമം ഉണ്ടായിരിക്കണം അല്ലെ. ഡിഫൻസ്, പ്രതിരോധം അല്ലെ, ഡിഫൻസ് അഥവാ പ്രതിരോധം. ദെൻ അടുത്തത് എന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാനമായ സൗകര്യങ്ങൾ വേണം നമുക്ക്. ഏതൊക്കെയാണ് നമ്മുടെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ? റോഡ്സ്, ബ്രിഡ്ജസ്, ബാക്കിയൊക്കെ വരട്ടെ. റോഡ്സ്, ബ്രിഡ്ജസ്. യെസ്. ദെൻ റെയിൽവേ വരുന്നുണ്ട്, ഹോസ്പിറ്റൽസ് വരുന്നുണ്ട്. ഓക്കെ യെസ്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടായിരിക്കണം. ദെൻ യൂട്ടിലിറ്റീസ്, നമ്മുടെ പൊതുസേവനങ്ങൾ അല്ലെങ്കിൽ പൊതു ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലേ. നമ്മുടെ പൊതു ആവശ്യങ്ങളിൽ ഒന്നാണ് ഡ്രിങ്കിങ് വാട്ടർ, കുടിക്കാൻ വെള്ളം വേണം. ഇമ്പോർട്ടന്റ് അല്ലേ? വെള്ളമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഡ്രിങ്കിങ് വാട്ടർ വേണം, അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി വേണം അല്ലെ, കറണ്ട് വേണം. ഈ പറഞ്ഞതെല്ലാം എന്താണ്? പൊതുവായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങളാണ്, യൂട്ടിലിറ്റീസ് ആണ്. ദെൻ വെൽഫെയർ അഥവാ ക്ഷേമത്തിന് വേണ്ടി എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, അതേപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യണം. ഫോറിൻ റിലേഷൻസ് എന്താണ്? വിദേശ ബന്ധങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെ, വിദേശരുമായിട്ട്, ഫോറിനേഴ്സുമായിട്ട് ബന്ധം ഉണ്ടായിരിക്കണം. ആൻഡ് സോവറൈനിറ്റി എന്ന് പറഞ്ഞാൽ എന്താടാ? പരമാധികാരം, സ്വയം ഭരണാധികാരം. അതായത് പ്രൊട്ടക്ട്സ് യൂണിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ് അല്ലെ. യൂണിറ്റി, എല്ലാവരും തമ്മിലൊരു യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമുക്കിവിടെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ഗവൺമെന്റിൽ പഠിക്കാനുള്ളത്. എല്ലാവരും ഒന്നുകൂടി മിസ്സിന്റെ ഒപ്പം കണ്ണടച്ചെന്ന് പറഞ്ഞ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ്? ലോ ആൻഡ് ഓർഡർ, ഡിഫൻസ്, ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ, ദെൻ യൂട്ടിലിറ്റീസ്, പൊതു ആവശ്യങ്ങൾ, വെൽഫെയർ അഥവാ ക്ഷേമം, ഫോറിൻ റിലേഷൻസ്, വിദേശ ബന്ധങ്ങൾ. പക്കയാണോ പറഞ്ഞ കാര്യങ്ങൾ? സെറ്റ് ആണോ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഗവൺമെന്റ്? യെസ്, സെറ്റ് ആണെങ്കിൽ എല്ലാവരും കുറച്ച് ഫയർ ഇട്ടോളൂ കേട്ടോ. യെസ്. അടുത്ത ഞാൻ പോവാണ് പരമാധികാരം അല്ലെങ്കിൽ സോവറൈനിറ്റിയിലേക്കാണ് പോകുന്നത്. എന്താണ് പരമാധികാരം അഥവാ സോവറൈനിറ്റി? സുപ്രീം പവർ ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഡിസൈഡഡ് ടു ഇൻഡിപെൻഡന്റ്ലി, സംസ്ഥാനത്തിന്റെ സ്വതന്ത്രമായി തീരുമാനിക്കാൻ പരമാധികാരം ഉണ്ടായിരിക്കണം അല്ലെ. പവേഴ്സ്, അധികാരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വതന്ത്രമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതേപോലെ തന്നെ യുണീക്ക് ആൻഡ് എസെൻഷ്യൽസ് ഫോർ എ സ്റ്റേറ്റ്, ഇത് വളരെ യുണീക്ക് ആണ്, അതേപോലെ തന്നെ എന്താണ് പ്രത്യേകവും, അതേപോലെ തന്നെ വളരെ അനിവാര്യവും അല്ലെ, അത്യാവശ്യവുമായ ഒന്നാണ് ഈ പറഞ്ഞ സോവറൈനിറ്റി. ദെൻ യൂസ്, ഇതിന്റെ ഉപയോഗം അഥവാ യൂസ് എന്താണ്? ടു മേക്ക് ദ ലോസ് ആൻഡ് ഡിസിഷൻസ് അല്ലെ, നിയമങ്ങളും തീരുമാനങ്ങളും ഉണ്ടാക്കുക. വെരി ഇമ്പോർട്ടന്റ്, മാർക്ക് ചെയ്ത് വെച്ചോളൂ. എന്താണ് വാട്ട് ആർ ദ യൂസസ് അല്ലെങ്കിൽ ഉപയോഗം? സോവറൈനിറ്റിയുടെ ഉപയോഗം എന്താണ്? നിയമങ്ങളും തീരുമാനങ്ങളും എടുക്കുക എന്നുള്ളതാണ്. ദെൻ എൻഫോഴ്സസ് ആൻഡ് പ്രൊട്ടക്ട് ദ സോവറൈനിറ്റി, പരമാധികാരം നടപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? എൻഫോഴ്സ് ചെയ്യുന്നു. അതേപോലെ തന്നെ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. യെസ്. ദെൻ ഇമ്പോർട്ടൻസ് എന്താണ്? വിത്തൗട്ട് ഇറ്റ് നോ ട്രൂ സ്റ്റേറ്റ് എക്സിസ്റ്റ് ആണ് അല്ലെ. മലയാളം ഇവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതില്ലാതെ, പരമാധികാരം ഇല്ലാതെ ഒരു സംസ്ഥാനവും എന്ത് ചെയ്യുന്നില്ല? നിലനിൽക്കുന്നില്ല. ഒരു സംസ്ഥാനവും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ള കാര്യം. ക്ലിയർ ആണോടാ? യെസ്. അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? ആദ്യം നമ്മൾ 4 പോയിന്റ്സ് ആണ് പഠിച്ചത്. ആ പോയിന്റ്സ് എല്ലാവരും ക്വിക്കായിട്ടൊന്ന് വേഗം നമ്മുടെ ചാറ്റ് ബോക്സിൽ നിന്നിട്ട് ഏതൊക്കെയാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ഓർഗൻസ് എന്നുള്ളതല്ല, അത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ്. ഇപ്പൊ നമ്മൾ കവർ ചെയ്ത 4 പോയിന്റ്സ് ഏതൊക്കെയായിരുന്നു? യെസ്, പോപ്പുലേഷൻ വരുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഗവൺമെന്റ് വന്നു, ദെൻ സോവറൈനിറ്റി വന്നു. യെസ്. എവിടെയവൻ? യെസ്, ടെറിട്ടറി ആണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. ഈ ടെറിട്ടറി വന്നു. അപ്പൊ ഏതൊക്കെയായിരുന്നു 4 പോയിന്റ്സ് നമ്മൾ കവർ ചെയ്തത്? പോപ്പുലേഷൻ, ടെറിട്ടറി, ഗവൺമെന്റ് ആൻഡ് ദ ലാസ്റ്റ് വൺ സോവറൈനിറ്റി. ഇത് 4ഉം പക്കയാണെങ്കിൽ കുറച്ച് ഫയർ ഇട്ടേ നമ്മുടെ ചാറ്റ് ബോക്സിൽ, കുറച്ച് ഫയർ ഇട്ടേ. യെസ്. ഓക്കെ, ദെൻ അടുത്ത ടോപ്പിക്കിലേക്ക് ഞാൻ പോവാണ്. ദ ഓർഗൻസ് ഓഫ് ഗവൺമെന്റ്. എന്താണ് ഓർഗൻസ് ഓഫ് ഗവൺമെന്റ്? ഏതൊക്കെയായിരുന്നു ഗവൺമെന്റിന്റെ ഓർഗൻസ്? ഏതൊക്കെയായിരുന്നു ഓർഗൻസ്? LEJ നമ്മൾ പഠിച്ചതാണല്ലേ, LEJ. ഏതൊക്കെയായിരുന്നു LEJ? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഏതൊക്കെയാണ്? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ആണ് നമ്മൾ പഠിച്ചത്. യെസ്, ഇവിടെ നമ്മൾ മലയാളവും ആഡ് ചെയ്തിട്ടുണ്ട്. നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, അതേപോലെ തന്നെ നീതിന്യായ വിഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ലെജിസ്ലേച്ചർ എന്താണ് ചെയ്യുന്നത്? മേക്കിംഗ് ലോസ് അല്ലെ, ലോസ് ഉണ്ടാക്കുന്നു, അതിൽ മാറ്റങ്ങൾ വരുത്തുന്നു, ഓൾറെഡി ഉള്ള നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നു. അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യുന്നു? ഇംപ്ലിമെന്റ് ചെയ്യുന്നു അല്ലെ, നടപ്പിലാക്കുന്നു.
അതേപോലെ തന്നെ ഇന്റർപ്രറ്റ്സ് ലോസ്, റിസോൾവ്സ് ഡിസ്പ്യൂട്ട്സ്. എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഡിസ്പ്യൂട്ട്സും കാര്യങ്ങളെല്ലാം പരിഹരിച്ച് പണിഷ്മെന്റ്സും കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ജുഡീഷ്യറി കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ള കാര്യം. അപ്പൊ വാട്ട് ആർ ദ ഡിഫറെന്റ് ഓർഗൻസ് ഓഫ് ഗവൺമെന്റ്? ഗവൺമെന്റിന്റെ 3 ഓർഗൻസ് ഏതൊക്കെയാന്ന് വെച്ചാൽ നിങ്ങൾ ഏതൊക്കെ പറയും? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഏതൊക്കെയാടാ? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. വേഗം ഒന്ന് നോക്കിക്കേ. ഞാൻ ഇപ്പൊ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. വേഗം ആയിക്കോട്ടെ. യെസ്, LEJ ആണ്. LEJ. L ആണെങ്കിൽ ലെജിസ്ലേച്ചർ ആണെങ്കിൽ L എന്നിടാ, എക്സിക്യൂട്ടീവ് ആണെങ്കിൽ E എന്നിടാ, ജുഡീഷ്യറി ആണെങ്കിൽ J എന്നിടാ കേട്ടോ. യെസ്, റെഡി? യെസ്. ഹൂ ഇംപ്ലിമെന്റ്സ് ദ ലോസ്? ആരാണ് നിയമങ്ങൾ നടപ്പിലാക്കുന്നത്? ആരാണ് നിയമങ്ങൾ നിർവഹണം ആരാണ് ചെയ്യുന്നത്? എക്സിക്യൂട്ടീവ് ആണ്. അതെ, നമ്മുടെ ചാറ്റ് ബോക്സ് മുഴുവൻ E കൊണ്ട് നിറഞ്ഞൂലേ? യെസ്, സാറ് പോയിട്ടില്ല കേട്ടോ, ഇവിടെ തന്നെ ഉണ്ട്. ഇടയ്ക്ക് എനിക്ക് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട് സാറേ. റെൻസോ സാർ എവിടെയെന്നൊക്കെ. സാർ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ ആരും വെയിറ്റ് ചെയ്യണ്ട, പറഞ്ഞു വിട്ടേക്കട്ടെ സാറിനെ. അത് നമുക്ക് ഒഴിവാക്കിയേക്കല്ലേ സാറേ. ഒരു കാര്യം ചെയ്യാം, അടുത്ത ചാപ്റ്റർ ഞാൻ അങ്ങോട്ട് പറഞ്ഞാലോ? അതെ, ഞാൻ അങ്ങ് വിളിക്കാമല്ലോ. അവിടെ ഇരുത്തിയേക്കാണ്. ഇനിയിപ്പോ നമുക്ക് ഒഴിവാക്കിയല്ലോ സച്ചിൻ സാറേ. ഓക്കെ, യെസ്. വേണ്ടല്ലേ? ഓക്കെ. അപ്പൊ മക്കളെ, ഇന്ന് നിങ്ങൾക്ക് ബാക്കി വരുന്ന 3 ചാപ്റ്റർ മിസ് തന്നെയാണ് പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ റെഡി ആണെങ്കിൽ റെഡി ആയിട്ടിരിക്കും കേട്ടോ. ഓക്കെ, യെസ്. ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ? എങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വേഗം ഒന്ന് വായിച്ചു നോക്കി. മാച്ച് ദ ഫോളോയിങ് സ്യൂട്ടബിളി. ഇതാ പരീക്ഷിക്കണ്ടല്ലോ, നിങ്ങൾ കാണിച്ചു നോക്കും. എന്തെന്നറിയോ? ഇങ്ങനെയൊക്കെ നിങ്ങൾ വരച്ചു നോക്കും. ഇതൊന്നും വേണ്ട കേട്ടോ. എല്ലാവരും നേരെ ആ പോയിന്റിന് നേരെ ആൻസേഴ്സ് കൃത്യമായിട്ട് എഴുതി പോവാ. നമ്മൾ എഴുതുമ്പോൾ കുറച്ച് നീറ്റ്നെസ് ഒക്കെ വരട്ടെ നമ്മുടെ ആൻസറിൽ. ഓക്കെ, നോക്കിക്കേ. ഫസ്റ്റ് വൺ എന്താണ്? ദ ലാൻഡ് ഏരിയ, ദ വാട്ടർ ബോഡീസ്, ദ എയർ സ്പേസ് ആൻഡ് ദ കോസ്റ്റൽ ഏരിയാസ് ഓഫ് ദ കൺട്രി ദാറ്റ് കം അണ്ടർ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് സ്റ്റേറ്റ് ഫോർമേഷൻ. കേട്ടോ, ഒരു രാജ്യത്തിന്റെ കര, ജലം, വായു, തീരദേശങ്ങൾ ഇതെല്ലാം ആരുടെ പരിധിയിലാണ് വരുന്നത്? പോപ്പുലേഷൻ ആണോ, ഗവൺമെന്റ് ആണോ, സോവറൈനിറ്റി ആണോ, ടെറിട്ടറി ആണോ? ഇവിടെ നിങ്ങളുടെ ആൻസർ എനിക്ക് കാണേണ്ടത്. ഞാൻ ഓരോ പോയിന്റ് വായിക്കുമ്പോൾ നിങ്ങൾ ചാറ്റ് ബോക്സിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇടാട്ടോ. പോപ്പുലേഷൻ ആണെങ്കിൽ പോപ്പുലേഷൻ, ഗവൺമെന്റ് ആണെങ്കിൽ ഗവൺമെന്റ്, സോവറൈനിറ്റി ആണെങ്കിൽ സോവറൈനിറ്റി, ടെറിട്ടറി ആണെങ്കിൽ ടെറിട്ടറി. യെസ്, വേഗം വരട്ടെ ആൻസർ. യെസ്, ഓക്കെ, ഇതാ വരുന്നുണ്ട്. അടുത്തതും കൂടി ഞാൻ വായിക്കാൻ പോവാണ്. ദ സുപ്രീം പവർ ഓഫ് ദ സ്റ്റേറ്റ് ടു ടേക്ക് ദ ഡിസിഷൻ വിത്തൗട്ട് ബീയിങ് സബ്ജക്റ്റഡ് ടു എക്സ്റ്റേണൽ ഇന്റർവെൻഷൻസ് ഓർ പ്രഷർ. കണ്ടോ, ബാഹ്യ ഇടപെടലുകളോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള രാഷ്ട്രത്തിന്റെ അധികാരത്തെ എന്ത് വിളിക്കുന്നു? The supreme power of the state. ഗവൺമെന്റ് ആണോ, സോവറൈനിറ്റി ആണോ, പോപ്പുലേഷൻ ആണോ, ടെറിട്ടറി ആണോ? യെസ്, വരട്ടെ. നോക്കാം നമുക്ക്. അടുത്ത് നോക്കിക്കേ. An agency to form and express the policies of the state. രാഷ്ട്രത്തിന്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനുമുള്ള ഏജൻസി. രാഷ്ട്രത്തിന്റെ നയങ്ങൾ, ടു ഫോം ആൻഡ് എക്സ്പ്രസ് പോളിസീസ്, രാഷ്ട്രത്തിന്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതും ആരാണ് ചെയ്യുന്നത്? ജനസംഖ്യയാണോ, സർക്കാരാണോ, പരമാധികാരമാണോ, ഭൂപ്രദേശമാണോ? അവസാനത്തത് നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞേടാ. People stay together with mutual dependence, common interest and collective consciousness. കണ്ടോ, പരസ്പരാശ്രയം, പൊതു താല്പര്യം, പൊതുബോധം എന്നിവയാൽ ഒത്തൊരുമിച്ച് നിൽക്കുന്ന ജനങ്ങൾ, പീപ്പിൾ. ഏതാണ് വരുന്നത്? യെസ്. പല ആൻസേഴ്സ് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ടെറിട്ടറി എന്താണ്? ടെറിട്ടറി ദ ലാൻഡ്, വാട്ടർ, എയർ, കോസ്റ്റൽ ഏരിയാസ് ഓഫ് ദ കൺട്രി. അല്ലെ, ലാൻഡ്, വാട്ടർ, എയർ, കോസ്റ്റൽ ഏരിയാസ് ഓഫ് ദ കൺട്രി. പോപ്പുലേഷൻ നമ്മൾ പറഞ്ഞു, ജനങ്ങൾ. പോപ്പുലേഷനിൽ എന്താ പറഞ്ഞത്? ദ പീപ്പിൾ വിത്ത് കോമൺ ഇൻട്രസ്റ്റ് ആൻഡ് ഇന്റർഡിപെൻഡൻസ്. അല്ലെ, കോമൺ ഇൻട്രസ്റ്റ് വന്നു. സോവറൈനിറ്റി അധിക പരമാധികാരത്തിൽ സുപ്രീം പവർ ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിന്റെ സുപ്രീം പവർ അല്ലെങ്കിൽ പരമാധികാരം ആർക്കാണ്? സോവറൈനിറ്റിക്കാണ്. ഗവൺമെന്റ് ഈസ് ദ ഏജൻസി ടു ഇംപ്ലിമെന്റ് ദ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഏജൻസിയെ വിളിക്കുന്ന പേര് ഗവൺമെന്റ് ആണ്. വെരി ഗുഡ്. അപ്പൊ ചോദിച്ചോളൂ, ഔട്ട് ഓഫ് 4 കിട്ടിയവർ എല്ലാവരും 4 എന്നൊന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ഇട്ടടാ. 4 എത്ര പേർക്ക് 4 കിട്ടി നോക്കട്ടെ. യെസ്, ഒത്തിരി 4കൾ നമ്മുടെ ചാറ്റ് ബോക്സിൽ വരുന്നുണ്ട്. ഇടക്ക് കുറച്ച് 3 വരുന്നുണ്ട്. ഓക്കെ, യെസ്, ഓക്കെ. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഞാൻ ഒന്നും കൂടി പറയാൻ പോവാണ്. ടെറിട്ടറിയിൽ വരുന്നതാണ് ലാൻഡ്, വാട്ടർ, എയർ, കോസ്റ്റൽ ഏരിയാസ് എല്ലാം
ജനസംഖ്യയിൽ വരുന്നതാണ് കോമൺ ഇൻട്രസ്റ്റ് ഓഫ് ദ പീപ്പിൾ. ദെൻ സോവറൈനിറ്റി അഥവാ പരമാധികാരത്തിൽ വരുന്നതാണ് സുപ്രീം പവർ. ആൻഡ് ഗവൺമെന്റിൽ വരുന്നതാണ് ഏജൻസീസ് ടു ഇംപ്ലിമെന്റ് ദ പോളിസീസ് എന്നുള്ളത്. ക്ലിയർ ആണോടാ പറഞ്ഞത്? ക്ലിയർ ആണോ? എങ്കിൽ ദാ അടുത്തൊരു ചോദ്യം പിടിച്ചോ, വേഗം വായിച്ചു നോക്കി, വേഗം വായിച്ചു ചെയ്തേ. Which among the following doesn't, കണ്ടോ, does not belong to the peculiarities of the government? ഗവൺമെന്റിന്റെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത്, പെടാത്തതാണ്ടോ ചോദിച്ചിരിക്കുന്നത്, ഉൾപ്പെടാത്തത്, നോട്ട് ഇൻക്ലൂഡഡ്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ABCD ഏതാണ്? കമ്പോണൻസ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്, രാഷ്ട്രത്തിന്റെ ഘടകമാണ്. അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഒഫീഷ്യൽസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ്. ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ഇതിൽ ഉൾപ്പെടുന്നു. ഇറ്റ്സ് എ പെർമനന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പെർമനന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്ഥിര സ്ഥാപനമാണ്. എന്ത് ഗവൺമെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് സോവറൈനിറ്റി ഈസ് എക്സിക്യൂട്ടഡ് ത്രൂ ദിസ് ഏജൻസി. പരമാധികാരം നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ വിനിയോഗിക്കുന്ന ഈ ഒരു ഏജൻസിയിലൂടെയാണ്. ഏതാണ്? ABCD. കുറച്ച് C ഒക്കെ വരുന്നുണ്ടല്ലോ, C വരുന്നുണ്ട്, C ഫോർ കാറ്റ് ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ഏതാണ്? A ആണോ? യെസ്. എന്താണ്? ഇറ്റ്സ് എ പെർമനന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ. അതൊരു പെർമനന്റ് അല്ലെങ്കിൽ സ്ഥിര സ്ഥാപനം എന്നുള്ളതാണ് കറക്റ്റ് ആയ ആൻസർ. ഒരിക്കലും ഗവൺമെന്റ് എന്തല്ല, ഒരു പെർമനന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല അല്ലെ, ഒരു സ്ഥിര സ്ഥാപനമല്ല, വർഷമല്ല. 5 വർഷം കൂടുമ്പോൾ അതിന്റെ റൂളിംഗിൽ ഓരോ പാർട്ടികൾ മാറി വരുന്നു, ഭരിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. യെസ്. എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി പിടിച്ചോ. 5 മാർക്കിന്റെ അടുത്തൊരു ആക്ടിവിറ്റി ആണ്. എത്ര പേര് A കിട്ടും നോക്കട്ടെ, എത്ര പേർക്ക് ഈ ആക്ടിവിറ്റിയിൽ A കിട്ടും എന്നുള്ളതാണ്. ദാ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് ഹെഡ്ലൈൻ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഇത് നന്നായിട്ട് വായിച്ചു നോക്കി താഴെ കാണുന്നത് ഫിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. The Kerala Revenue Recovery Bill has been passed by the Assembly. കണ്ടോ, റവന്യൂ റിക്കവറി ബിൽ നോക്കിക്കേ. ജപ്തി വിരുദ്ധ ബിൽ കേരള നിയമസഭ പാസാക്കി. അതേപോലെ തന്നെ ഒഫീഷ്യൽസ് ഹാവ് ബീൻ അസൈൻഡ് ടു എക്സിക്യൂട്ട് ദ ബാൻ ഓവർ ദ വൺ ടൈം യൂസ്ഡ് പ്ലാസ്റ്റിക്കൽ പ്രോഡക്ട്സ്. കണ്ടോ, ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന, കണ്ടോ, ചില പ്ലാസ്റ്റിക്സ് അങ്ങനെയാണല്ലേ, ചില സാധനങ്ങൾ, ചില പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് നമുക്ക് ഒരു തവണയെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളുടെ നിരോധനം നടപ്പാക്കാൻ. കണ്ടോ, ഒറ്റത്തവണ ഉപയോഗിക്കാൻ പാടുള്ളത് അപ്പളേ ഉപയോഗിക്കാൻ പാടുള്ളൂ, പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്ന് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി എന്നുള്ളതാണ്. 3, the parliament does not have the power to annul the court verdicts of supreme court എന്നുള്ളതാണ് അല്ലെ. കോടതി വിധികൾ റദ്ദാക്കാൻ പാർലമെന്റിന് അധികാരമില്ല. കണ്ടോ, ഈ 3 പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇതിൽ ഏതാണ് ലെജിസ്ലേച്ചർ, ഏതാണ് എക്സിക്യൂട്ടീവ്, ഏതാണ് ജുഡീഷ്യറി? വേഗം ആയിക്കോട്ടെ. നിയമനിർമ്മാണ വിഭാഗമാണോ, കാര്യനിർവഹണ വിഭാഗം ഏതാണ്, നീതിന്യായ വിഭാഗം ഏതാണ്? വേഗം ആയിക്കോട്ടെ. ഞാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ABC എന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ നമ്പർ തരാം. ലെജിസ്ലേച്ചർ A ആണോ, B ആണോ, C ആണോ എന്ന് വേഗം ഒന്നിട്ടെ. എക്സിക്യൂട്ടീവ് ഏതാന്നുള്ളത് വേഗം ഇട്ടെ. സച്ചിൻ സാറിനോട് വെള്ളം കുടിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സാർ വെള്ളമൊക്കെ കുടിച്ച് സെറ്റ് ആയിട്ടിരിക്കും കേട്ടോ. യെസ്. ദെൻ ഓക്കെ, നോക്കിക്കോളൂ. ലെജിസ്ലേച്ചർ അഥവാ നിയമനിർമ്മാണം ഏതാണ്? കേരള അസംബ്ലി പാസസ് ദ റവന്യൂ ബിൽ എന്നുള്ളതാണ് ഏതിൽ വരുന്നത്? ലെജിസ്ലേച്ചർ അഥവാ നിയമ നിർമ്മാണ വിഭാഗത്തിൽ വരുന്നത്. എക്സിക്യൂട്ടീവ് അഥവാ കാര്യനിർവഹണം വരുന്നത് എന്താണ്? ഒഫീഷ്യൽസ് എൻഫോഴ്സ് ദ പ്ലാസ്റ്റിക് ബാൻ. കണ്ടോ, പ്ലാസ്റ്റിക് നിരോധനം. കണ്ടോ, അടുത്തത് നീതിന്യായം, ജുഡീഷ്യറി, പാർലമെന്റ് കനോട്ട് ആനുവൽ വേർഡിക്ട്സ്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് അല്ലെ, കോടതി വിധികൾ റദ്ദാക്കാൻ ആർക്കും അധികാരമില്ല എന്നുള്ളതാണ് ABC. കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ഈ പറഞ്ഞ രീതിയിലാണ് വരുന്നത്. എത്ര പേര് കറക്റ്റ് ആയതടാ? എത്ര പേര് കറക്റ്റ് ചെയ്തു? എനർജി കുറഞ്ഞോ? ഫുൾ ആണല്ലേ എല്ലാവരും? എനിക്ക് കുറച്ചുകൂടി ഫയർ ഇട്ടേ നമ്മുടെ ചാറ്റ് ബോക്സിൽ, കുറച്ചുകൂടി ഫയർ ഇട്ടേ. ഇതാ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എനി വൺ ഓർഗൻ ഓഫ് ദ ഗവൺമെന്റ്. ഗവൺമെന്റ് ഏതെങ്കിലും ഒരു ഓർഗൻ, ഒരു ഘടകത്തെ കുറിച്ച്, ഏതെങ്കിലും ഒരേ ഒരു ഘടകത്തെ കുറിച്ച് നിങ്ങളോട് നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലെജിസ്ലേച്ചർ എഴുതാം, എക്സിക്യൂട്ടീവ് എഴുതാം, ജുഡീഷ്യറി എഴുതാം അല്ലെ. ലെജിസ്ലേച്ചർ ആണ് നിയമങ്ങൾ രൂപീകരിക്കുന്നത് അഥവാ മേക്കിംഗ് ലോ വരുന്നത്. ഇംപ്ലിമെന്റിംഗ് ലോസ്, നിയമങ്ങൾ നടപ്പിലാക്കുന്ന ആരാണ്? എക്സിക്യൂട്ടീവ് ആണ്. ജുഡീഷ്യറി എന്താണ് ചെയ്യുന്നത്? ഇന്റർപ്രറ്റ്സ്, നിയമങ്ങളെ വ്യാഖ്യാനിക്കുകയും നീതി, പ്രൊട്ടക്ട്സ് ജസ്റ്റിസ്, നീതി ഉറപ്പാക്കുകയും ചെയ്യുന്നത് ആരാണ്? ഈ പറഞ്ഞ ഓർഗൻസ് ഓഫ് ഗവൺമെന്റിൽ പെടുന്ന ജുഡീഷ്യറി ആണ്. ഏതെങ്കിലും ഒരെണ്ണം, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരെണ്ണം അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. യെസ്, അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓർഗൻസ് ഓഫ് ഗവൺമെന്റും ദെൻ അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ ആദ്യം പറഞ്ഞത് അല്ലെ. യെസ് മക്കളെ, അപ്പൊ ഞാൻ ക്വിക്ക് ആയിട്ട് ഓടിച്ച് പറയാൻ പോവാണ്.
ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് പോപ്പുലേഷൻ എന്താന്നുള്ളത് പറഞ്ഞു, അത് കഴിഞ്ഞ് ടെറിട്ടറിയെ കുറിച്ച് പറഞ്ഞു, ദെൻ അടുത്തത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഗവൺമെന്റ്, ദെൻ സോവറൈനിറ്റി, അടുത്തത് ഓർഗൻസ് ഓഫ് ഗവൺമെന്റ്, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, വെരി ഇമ്പോർട്ടന്റ്, നാളെ എക്സാമിന് ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളും സെറ്റ് ആയിട്ട് പഠിച്ചു ഓക്കെ ആണ്, പവർ ആണെങ്കിൽ എല്ലാവരും കുറച്ച് ചാറ്റ് ബോക്സ് ഇട്ടേടാ, ചാറ്റ് ബോക്സിൽ കുറച്ച് ഫയർ ഇട്ടേടാ. സാറിനെ വിളിക്കട്ടെ ഉറങ്ങിപ്പോയിന്നല്ലേ? അതെ അതെ, സാറോടെ കണ്ണടയൊക്കെ വെച്ച് ഉറങ്ങുന്നുണ്ട്. എന്തായാലും നിങ്ങൾ പറഞ്ഞല്ലേ, അപ്പൊ ഞാൻ സാറിനെ വിളിച്ചേക്കാം. പോട്ടെ, യെസ്, ഓക്കെ. അപ്പൊ സാർ വന്നോളൂ കേട്ടോ, നമ്മുടെ 4th ചാപ്റ്ററോടെ റെഡിയാണ്. തട്ടിയൊക്കെ ഒന്നും വീടരുത്, സേഫ് ആയിട്ടൊക്കെ വരാട്ടോ സാർ. അപ്പൊ ഞാൻ ഇറങ്ങിക്കോട്ടെ? ഇറങ്ങണ്ട. അപ്പൊ ഇവിടെ നിക്കാം, ഗ്ലോബ് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഞാനിവിടെ നിക്കാട്ടോ. ചാപ്റ്റർ 4 നമുക്ക് ഒരുമിച്ച് പറഞ്ഞാലോ? അത് നമുക്ക് സെറ്റ് ആയിട്ട് ഒരുമിച്ച് പറയാം. ഓക്കെ. ഫ്രം ദ ഗ്ലോബ് ടു ദ മാപ്പ്. ഓക്കെ, ഗ്ലോബിൽ നിന്നും ഭൂപടത്തിലേക്ക്. ഓക്കെ, അപ്പൊ ഒരു ചെറിയ ചാപ്റ്റർ ആണ്, കുറച്ച് കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുള്ളൂ. ചില കാര്യങ്ങളൊക്കെ നമുക്ക് വരച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ സെക്ഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, വരച്ച് തന്നെ പഠിക്കാം. ഓക്കെ, യെസ്, സെറ്റ് അല്ലേ ടീച്ചറെ? ഈ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് അത് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ നമ്മള് ഈ എർത്ത് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അത് കൈ കുറച്ചിട്ടാണ്. ഓക്കെ, ഈ സെന്ററിൽ ടീച്ചർ നോക്കൂ. ഓക്കെ, ഈ സെന്ററിൽ കാണുന്നതാണ് ഏതെന്ന് പറയുന്നത്, ഇക്വേറ്റർ എന്ന് പറയുന്നത്. ഇക്വേറ്ററിന് പാരലൽ ആയിട്ട് ഇങ്ങനെ പോകുന്നതിനെ നമ്മൾ ഒരു പേര് പറയും. അതെന്താണ് ടീച്ചറെ? ലാറ്റിറ്റ്യൂഡ്സ് ആണോ ലോഞ്ചിറ്റ്യൂഡ്സ് ആണോ? സാറ് വന്നപ്പോഴാണ് എനിക്ക് വെള്ളി വീണത്. ഇതുവരെ ഞാൻ ഫുൾ പവർ ആയിരുന്നു അല്ലേ? സച്ചിൻ സാർ സപ്പോർട്ട് മീ. അപ്പോ ഇതാണ് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ഡൗട്ട് ഇല്ലല്ലോ. ഇക്വേറ്ററിന് അതെ അതെ കുറച്ച് ഫാൻസ് ഒക്കെ ഉണ്ട്, ഫാൻസിനൊക്കെ. അതിന് മുന്നേ ഗോപികാമിസ് ഫാൻസിനെ കണ്ടില്ലായിരുന്നു കേട്ടോ. എന്ത് ചെയ്യാം മക്കളെ. ഓക്കെ, സോ അപ്പോ ഈ ലാറ്റിറ്റ്യൂഡ്സ് ഇതാ ഇങ്ങനെ വരയ്ക്കുന്ന ഈ ലൈൻസിന് തന്നെയാണ് എന്ത് പറയുന്നത് അവിടെ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ഇനി നേരെ ഓപ്പോസിറ്റ് ഇതാ ഇങ്ങനെ വരയ്ക്കുന്ന ഈ ഒരു ലൈൻസിനെയാണ് എന്ത് പറയുന്നത് അവിടെ ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇത്രയും സെക്ഷൻസ് വേഗം ഒന്ന് പഠിക്കണം, കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം, സെറ്റ് ആക്കണം, പോകണം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട്. അപ്പോൾ ഏറ്റവും ആദ്യം കറങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ലൈൻസ്. ഇറങ്ങട്ടെ ഞാനൊന്ന്? ശക്തിമാനൊക്കെ പോണല്ലോ കറങ്ങി 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 കറങ്ങി. എപ്പോഴും ഇങ്ങനെയല്ല, ഇടയ്ക്കുള്ളൂ കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ വായോ എന്താ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്, ഇമാജിനറി ലൈൻസ് പാരലൽ ടു ദ ഇക്വേറ്റർ. ഇക്വേറ്ററിന് പാരലൽ ആയിട്ട് ഞാൻ നേരത്തെ വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലത്തെ ഈ ലൈൻസ് ആണെന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ഷോ ഈക്വൽ ഡിസ്റ്റൻസ് നോർത്ത് ഓർ സൗത്ത് ഫ്രം ദ ഓഫ് ദ ഇക്വേറ്റർ. ഇക്വേറ്ററിൽ നിന്ന് പാരലൽ ആയിട്ട് ഈക്വൽ ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് ഓരോ ലാറ്റിറ്റ്യൂഡ്സ് ആയിക്കോട്ടെ ലോഞ്ചിറ്റ്യൂഡ്സ് ആയിക്കോട്ടെ അങ്ങോട്ട് പോകുന്നത്. ലാറ്റിറ്റ്യൂഡ്സ് ആണ് മെയിൻ കേട്ടോ പോകുന്നത്. ഓക്കെ, മലയാളത്തിൽ ഇവന്മാരെ പറയും അക്ഷാംശ രേഖ എന്ന് പറയും കേട്ടോ. എന്താ പറയുന്നത്? അക്ഷാംശ രേഖ എന്ന് പറയും. ഇനി എന്താണ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് ചോദിച്ചാൽ, ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമാജിനറി ലൈൻസ് തന്നെയാണ് നമ്മുടെ നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോ ഇതാണ് ഇപ്പൊ വളവ് പോയിട്ടുണ്ട് ഞാൻ എടുത്ത് വരയ്ക്കുമ്പോ. യെസ്. അപ്പോ ഇങ്ങനെ ഈ വരയ്ക്കുന്ന ഇതാണ് നോർത്ത് പോൾ, ഇതാണ് സൗത്ത് പോൾ. ഓക്കെ, അപ്പോൾ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ലൈൻസിനെയാണ് എന്ത് പറയുന്നത് നമ്മൾ ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസ് ആണ് നോർത്ത് പോളും അതേപോലെ സൗത്ത് പോളും. അതിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്നതാണ് ലോഞ്ചിറ്റ്യൂഡ്സ് അഥവാ മലയാളത്തിൽ പറയും രേഖാംശം എന്ന് പറയും. സാധാരണ നമ്മൾ സമയം കണ്ടെത്താനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇവന്മാരെയാണ്. ആരെ? ഈ പറയുന്ന ലോഞ്ചിറ്റ്യൂഡ്സിനെയാണ് നമ്മൾ സമയം കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്നത്. മറക്കരുത്. ഓക്കെ, മെയിൻ ലൈൻസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, പഠിച്ചിരിക്കേണ്ടതാണ്. 0 ഡിഗ്രി രേഖാംശ രേഖ ലോഞ്ചിറ്റ്യൂഡിനെ നമ്മൾ ഗ്രീനിച്ച് മെറീഡിയൻ എന്ന് പറയും, അഥവാ പ്രൈം മെറീഡിയൻ എന്ന് പറയും, മാനക രേഖാംശം എന്നൊക്കെ പറയും. ഓക്കെ, പ്രൈം മെറീഡിയൻ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഇനി അതേപോലെ തന്നെ 180 ഡിഗ്രി നമ്മൾ പറയുന്നതാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അഥവാ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. ഓർത്ത് വെച്ചോ, 0 ഡിഗ്രി പ്രൈം മെറീഡിയൻ, പ്രൈം മെറീഡിയൻ, പ്രൈം മെറീഡിയൻ. ഓക്കെ, അപ്പുറത്ത് 150 ഡിഗ്രിയാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അഥവാ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. ഇത് ഒരു ടേബിൾ കംപ്ലീഷനോ ക്വസ്റ്റ്യനോ ഒക്കെ ആയിട്ട് ചോദിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. 150 ഡിഗ്രി രേഖാംശ രേഖ ഏത് അവയവന്റെ ചെയ്തേ? യെസ് യെസ്, ഏതാ? അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അഥവാ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഇനി അതേപോലെ സമയം കണ്ടെത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാ? ലാറ്റിറ്റ്യൂഡ് ആണോ ലോഞ്ചിറ്റ്യൂഡ് ആണോ? യെസ്, ലോഞ്ചിറ്റ്യൂഡ് ആണ്.
ഇനി ലാറ്റിറ്റ്യൂഡ്സ് മറക്കണ്ട, ഇക്വേറ്ററിന് പാരലൽ ആയിട്ട് പോകുന്നത് എന്ന് പറഞ്ഞ് ചോദിച്ചാലും ഇങ്ങനെ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ആൻസർ എഴുതാനായിട്ട് അവിടെ പറ്റണം. അപ്പോൾ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ചോദ്യം വരാനുള്ള എല്ലാ സാധ്യതകളും പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റാണ്, ഡൗട്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വേഗം സ്ക്രീനിലേക്ക് ഞാൻ ക്ലാസ് എടുക്കുന്ന ഓർമ്മയിൽ തമ്പ് കാണിക്കാനൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വേഗം എന്താ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ഒക്കെ ചെയ്തേ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ. യെസ്, അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഉപകാരപ്പെടുകയാണ്, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ ഓക്കെയാണ്, നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അഡ്മിഷനോ അതല്ലെങ്കിൽ ക്ലാസ് ഡൗട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഈ പറഞ്ഞ ഈ നമ്പറിൽ എന്ത് ചെയ്താൽ മതി, ഈ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ സാധാരണ ലൈവ് ക്ലാസ്സുകൾ പോലെയല്ല, ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സുകൾ ആയിരിക്കുള്ളൂ. നമുക്ക് ലൈവായിട്ട് സ്പോട്ടിൽ തന്നെ ടീച്ചേഴ്സിന്റെ അടുത്ത് ഡൗട്ട് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ ആയിരിക്കുള്ളൂ. അപ്പോൾ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഡൗട്ടുകളാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ അടുത്തത് മാപ്പ് പ്രൊജക്ഷൻസ്. ഒരു 3 രീതിയിൽ മാപ്പ് പ്രൊജക്ഷൻസ് പഠിക്കാനുണ്ട്. ഒന്ന് സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ. ഈ കാണുന്ന പിക്ചർ ചിലപ്പോൾ ഇതേപോലെ തന്നിട്ട് നമ്മളോട് ചോദിക്കും ഇത് ഏത് രീതിയിലുള്ള മാപ്പ് പ്രൊജക്ഷൻ ആണെന്ന് ചോദിക്കും. സിലിണ്ടറിക്കൽ എന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞേക്കണം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇതെങ്ങനെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും നമുക്ക് ഇത് ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഇങ്ങനത്തെ ഒരു പിക്ചർ നമ്മളോട് തന്നിട്ട് എടാ ഈ മാപ്പ് പ്രൊജക്ഷൻ ഇതെങ്ങനെയാണ്, അതല്ലെങ്കിൽ ഇത് ഏത് ടൈപ്പ് ആണെന്ന് ചോദിക്കും. അപ്പോൾ സിലിണ്ടറിക്കൽ എന്ന് കറക്റ്റ് ആയിട്ട് പറയണം. രണ്ടാമതാണ് ജെനിത്തൽ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ഈ മുകളിലേക്ക് നമ്മൾ ലൈറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മുകളിലത്തെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഇതേപോലെ ആയിരിക്കുള്ളൂ കിട്ടുന്നത്. അപ്പോൾ ഇതാണെന്ന് പറയുന്നത് അവിടെ ജെനിത്തൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തതും ഒന്നാമത്തതും ക്ലിയർ ആയി, ജെനിത്തൽ അതേപോലെ തന്നെ സിലിണ്ടറിക്കൽ. ഓക്കെ, ഇനി മൂന്നാമത്തതാണ് കോണിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. കോണിക്കൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു കോണിന്റെ ഷേപ്പിൽ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോണിക്കൽ പ്രൊജക്ഷൻ എന്ന് കിട്ടുന്നത്. ഓക്കെ, യെസ്, ക്ലിയർ ആണല്ലോ ഈ 3 സെക്ഷൻസ്. ഇതുവരെ ഉള്ളതൊന്നും ഡൗട്ട് ഒന്നുമില്ല, എല്ലാം സെറ്റ് ആണെങ്കിൽ സ്ക്രീൻ ഒന്ന് ഫയർ ആക്കിയ വേഗം ഇതേപോലത്തെ പിക്ചർ തന്നിട്ട് എനിക്ക് ഇത് ഏത് ടൈപ്പ് പ്രൊജക്ഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും എന്നുള്ള എല്ലാവരും വേഗം ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, വേഗം എല്ലാവരുടെ കമന്റ് കാണാനായിട്ട് ഞാൻ ചെറുതായിട്ട് കണ്ടത് മാറ്റിക്കോട്ടെ. എനിക്കെല്ലാം വ്യക്തമാണ് സാർ, പക്ഷെ മൊത്തത്തിൽ ഒരു ഇരുട്ടാണ്. യെസ്, ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു. GIS അഥവാ ജോഗ്രഫിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാം, നമ്മൾ റിമോട്ട് സെൻസിങ് ആയിക്കോട്ടെ, മറ്റ് സർവേ മെത്തേഡ്സ് ആയിക്കോട്ടെ, അതിൽ നിന്നൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ അതെല്ലാം ഉപയോഗിച്ച് ഒരുമിച്ച് ചേർത്ത് ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ മാപ്പ്, ടേബിള്, ഗ്രാഫ് ഇതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിനെ പറയുന്നതാണ് ജോഗ്രഫിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം. ഒരു പ്രാവശ്യം കൂടെ പറയും, എന്താണ് ജോഗ്രഫിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം? നമ്മൾ റിമോട്ട് സെൻസിങ്, മറ്റ് സർവേ മെത്തേഡ്സ് ഏത് രീതിയിലൂടെ നമ്മൾ കണക്ട് ചെയ്ത ഇൻഫോർമേഷൻസ് ആയാലും അതെല്ലാം ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ ഒരുമിച്ച് ചേർത്ത് അതിനെ മാപ്പ്, ടേബിള്, ഗ്രാഫ് ഇതൊക്കെ ആക്കി മാറ്റുകയാണെങ്കിൽ ഇതിനെ നമ്മൾ പറയും എന്ത്, ജോഗ്രഫിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയും. ഓക്കെ അല്ലേ, ഡൗട്ട് ഇല്ലല്ലോ. അപ്പോൾ GIS എന്താണെന്ന് ചോദിച്ചാൽ ഇനി ഒന്ന് വായിച്ചു നോക്കി. കളക്ട്സ്, അനലൈസ് ആൻഡ് സ്റ്റോഴ്സ് ദ ജോഗ്രഫിക്കൽ ഡാറ്റ. ഭൂവിവരം ശേഖരിച്ച് സൂക്ഷിച്ച് ഭൂപടം, ഗ്രാഫ്, പട്ടിക എന്നിവയായിട്ട് എന്ത് ചെയ്യുന്നു, പ്രസന്റ് ചെയ്യുന്നു, കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ മാപ്പ്, ഗ്രാഫ്, ടേബിൾ ഇതെല്ലാം ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെയാണ് എന്ത് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കൂടുതൽ വിവരങ്ങൾ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും, ആവശ്യമില്ലാത്ത വിവരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്നെടുത്ത് കളയാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. അപ്പൊ അത് തന്നെയാണ് GISന്റെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത്. ഇത് കൂടാതെ കുറച്ച് ഉപയോഗങ്ങളുണ്ട്. നാളത്തെ പരീക്ഷയ്ക്ക് GISനെ പറ്റിയിട്ട് ഒരു ചോദ്യം ചോദിക്കും. ഓക്കെ, അപ്പോൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതായിരിക്കാം, അതല്ലെങ്കിൽ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കാം, യൂസസ് ഓഫ് GIS. എൻ്റെ ഒപ്പം ഉറക്കെ എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കണം, വളരെ ഇമ്പോർട്ടന്റ്. GISന്റെ ഉപയോഗങ്ങൾ അഥവാ യൂസസ്. ഒന്ന്, ഫൈൻഡ് ലൊക്കേഷൻ, ഡയറക്ഷൻ, ആൾട്ടിറ്റ്യൂഡ്, സ്ഥലം, ദിശ, ഉയരം എന്നിവ കണ്ടെത്തൽ. 2, ഷോസ് വാട്ടർ, ഫോറസ്റ്റ്, ഫാംസ്, ഡെസേർട്ട്, സെറ്റിൽമെന്റ്, ട്രാൻസ്പോർട്ട്സ്, ജലം, കാട്, കൃഷി, ഗതാഗതം എന്നിവ തിരിച്ചറിയൽ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഹെൽപ്പ് ഇൻ ആക്യുറേറ്റ് മാപ്പ് മേക്കിംഗ്, അതേപോലെ യൂസ്ഫുൾ ഫോർ ഡെയിലി ലൈഫ് മാപ്പ് റീഡിംഗ്. ഭൂപട വായനയ്ക്കും അതേപോലെ പഠനത്തിനും സഹായകമായിരിക്കും ഈ പറയുന്ന GIS എന്ന് പറയുന്നത്. ഓക്കെ, മാപ്പ് മേക്കിങ്ങിനൊക്കെയാണ് ഇത് മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഈ സെക്ഷൻ വായിച്ചു നോക്കി. ഫൈൻഡ്സ് ലൊക്കേഷൻ, ഡയറക്ഷൻ, ആൾട്ടിറ്റ്യൂഡ്, അതേപോലെ ഷോസ് വാട്ടർ, ഫോറസ്റ്റ്, അതേപോലെ
ഫാംസ്, ഡെസേർട്ട്, സെറ്റിൽമെന്റ്, ട്രാൻസ്പോർട്ട്, ജലം, കാട്, കൃഷി, ഗതാഗതം എന്നിവ തിരിച്ചറിയൽ. അതേപോലെ ഹെൽപ്സ് ഇൻ ആക്യുറേറ്റ് മാപ്പ് മേക്കിംഗ്, യൂസ്ഫുൾ ഫോർ ഡെയിലി ലൈഫ് മാപ്പ് റീഡിംഗ്. ഓക്കെ, പിന്നെ യൂസ് ഫോർ തിമാറ്റിക് സ്റ്റഡീസ്, പ്രത്യേക വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള പഠനങ്ങൾക്ക് ഇതെന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഒരു 3 എണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. 4ാമത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫോർ തിമാറ്റിക് സ്റ്റഡീസ്, ഏതെങ്കിലും ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പഠനങ്ങൾക്ക്. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ ടീച്ചർ നേരിയത് പോകുന്നു. ഓക്കെ, അപ്പോൾ ഈ വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഫോർ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ മാപ്പുകൾ നിർമ്മിക്കാനാണല്ലോ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നമ്മൾ റെഡ് കളർ കൊടുത്തു. അതേപോലെ മലയാളം സംസാരിക്കുന്ന കേരളം മാത്രമേ ഉള്ളൂ മെയിനായിട്ട്. അപ്പോൾ കേരളത്തിന് നമ്മൾ യെല്ലോ കളർ കൊടുത്തു. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ ഓരോ തീം ബേസ് ചെയ്തിട്ട്, ലാംഗ്വേജ് എന്നൊരു തീം ബേസ് ചെയ്തിട്ടാണ് അവിടെ പഠനങ്ങൾ നടത്തുന്നത്. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇത് ഉപയോഗിക്കുന്നു. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലോട്ട് പോകുന്നു. അടുത്തത് ഈ പിക്ചർ ശ്രദ്ധിച്ച് നോക്കണം, സൂക്ഷിച്ച് നോക്കണം, ശ്രദ്ധിച്ച് നോക്കണം, സൂക്ഷിച്ച് നോക്കണം. ഓക്കെ, യെസ്. അപ്പോൾ ആ ഡിഗ്രീസ് നോക്കണം. ഏറ്റവും മുകളിൽ ആർട്ടിക് ഉണ്ട്, അതേപോലെ അടിയിൽ അവിടെ അന്റാർട്ടിക് കാണാൻ പറ്റും. ഇവിടെ നോക്കുകയാണെങ്കിൽ 90 ഡിഗ്രി നോർത്ത് പോളും സൗത്ത് പോളും കാണാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ആർട്ടിക് അവിടെ 66 പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5, അതേപോലെ 23 വടക്കും തെക്കും ഉണ്ട്. ഇക്വേറ്റർ 0 അന്റാർട്ടിക്. ഇത്രയും സെക്ഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ, എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓക്കെ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒരു ഫയർ റിയാക്ഷൻ ഇട്ടെ. ഈ പേരുകളും ഈ ഡിഗ്രീസും എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ ഇത് ബേസ് ചെയ്തിട്ട് ചോദ്യം എങ്ങനെ വരുന്നു എന്നുള്ളത് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, കണ്ണട ഒരു കഴിയുമ്പോഴാണ് വ്യക്തത കിട്ടുന്നത്. അതാണ് സാർ ഒരു ഇരുട്ട്. അതാണ് മൊത്തത്തിൽ ഇരുട്ടാണ്. എല്ലാവരുടെ കമന്റ് ഒക്കെ കാണാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട്. യെസ്, ഓക്കെ, ഇവിടെ വയ്ക്കാലോ ടീച്ചർ. ഇപ്പോഴാണ് കറണ്ട് വന്നൊരവസ്ഥ. പെട്ടെന്ന് കറണ്ട് പോയിട്ട് പിന്നെ ഒരു കറണ്ട് വരുമ്പോൾ ഒരു അവസ്ഥ ഉണ്ടാവും. അതെ, ഞാൻ ഇപ്പൊ ശരിയായി. ഓക്കെ, അപ്പോൾ 90 ഡിഗ്രി വടക്ക് തെക്ക്, നോർത്ത് സൗത്ത്, ആ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട. അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ആർട്ടിക്, അന്റാർട്ടിക്, ഇത്രയും സെക്ഷൻസ് നന്നായി നോക്കി. ഒരു ഡൗട്ടും ഇല്ലെങ്കിൽ കുറച്ച് ഫയർ റിയാക്ഷൻ കിട്ടെ വേഗം. ഓക്കെ, യെസ്. അപ്പൊ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി എനിക്ക് ഉറപ്പാണ് ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഒരു പിക്ചർ ഒന്ന് ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊന്ന് നോക്കി വേഗം. യെസ്, അപ്പോൾ ഇതിൽ നിങ്ങൾ ആൻസർ ആയിട്ട് ചെയ്യേണ്ടത് ഈ ഒരു ടേബിൾ ആണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. നോർത്ത് പോൾ എത്ര ഡിഗ്രിയാണ് എന്നുള്ളത് എഴുതണം. ക്വസ്റ്റ്യൻ വന്ന രീതി നോക്കി. നമ്മളോട് ആ ഒരു സെയിം സാധനം തന്നിട്ട് എഴുതാനല്ല പറഞ്ഞേക്കുന്നത്. നോർത്ത് പോള് 90 ഡിഗ്രി നോർത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സൗത്ത് പോളിന്റെ സെക്ഷൻ ഇതിലില്ല. ഇക്വേറ്റർ എത്ര ഡിഗ്രിയാ, ആർട്ടിക് എത്രയാ, അന്റാർട്ടിക് എത്രയാ, അതേപോലെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എത്രയാ, ഇതൊക്കെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഒരു 4 സെക്ഷൻസ് ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. എത്ര പേർക്ക് പറ്റും? 1, 2, 3, 4 എന്നിട്ട് ഒന്ന് കമന്റ് ചെയ്തേ. ആർട്ടിക് 23 പറയുന്നുണ്ട്. ഞാൻ തെറ്റാണെന്നേ പറയുള്ളൂ. കാരണം എന്താ, ആർട്ടിക് നോർത്ത് ആണോ സൗത്ത് ആണോ എന്ന് പറയണം. ഓക്കെ, നോർത്ത് ആണോ സൗത്ത് ആണോ എന്ന് പറയണം. അതേപോലെ തന്നെ എന്ത് സംഭവം പറയുമ്പോഴും ഇവിടെ കറക്റ്റ് മെൻഷൻ ചെയ്തേക്കുന്നുണ്ടോ 90 ഡിഗ്രി നോർത്ത് എന്നുള്ളത്. ഇതേപോലെ 90 ഡിഗ്രി നോർത്ത്, വടക്ക്, തെക്ക് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് പറയാനായിട്ട് പറ്റണം. ഓക്കെ, ഫാസ്റ്റ്. ഓക്കെ, യെസ്. അഭിനവ് കമന്റ് ചെയ്തിട്ടുണ്ട്. യെസ്, കറക്റ്റ് ആണ്. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 23 ഡിഗ്രി സൗത്ത്, കറക്റ്റ് ആണ്. 23 ഡിഗ്രി കറക്റ്റ് ആണ്. ഓക്കെ, ഓക്കെ, ട്രോപ്പിക് ഓഫ് ആർട്ടിക്കും അന്റാർട്ടിക്കും ഞാൻ പറഞ്ഞു 66 മാത്രം പറയില്ല. 66 മാത്രം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 66 നോർത്തും ഉണ്ട് സൗത്തും ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഒരു പിക്ചറിലൊന്ന് സൂക്ഷിച്ചു നോക്കി. 66 നോർത്ത് കാണാൻ പറ്റും. മുകളിൽ ആർട്ടിക് ആണ്. 66 ഡിഗ്രി സൗത്ത് ആണ് എന്താ അവിടെ പറയുന്നത്, അവിടെ അന്റാർട്ടിക്കിനെ പറ്റിയിട്ട് പറയുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഇതിന്റെ ആൻസറിലോട്ട് നമുക്ക് പോകാം. നോർത്ത് പോൾ അവിടെ 90 ഡിഗ്രി നോർത്ത് ആണ്. ആർട്ടിക് സർക്കിൾ 66 ഡിഗ്രി നോർത്ത് അഥവാ വടക്ക്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ മലയാളത്തില് ഉത്തരായന രേഖ എന്ന് പറയും. ഉത്തരായന രേഖ 23 ഡിഗ്രി നോർത്ത് അഥവാ വടക്കാണ്. ഇക്വേറ്റർ അഥവാ ഭൂമധ്യ രേഖ 0 ഡിഗ്രിയാണ്. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 23 ഡിഗ്രി സൗത്ത് ആണ്. അന്റാർട്ടിക് സർക്കിൾ 66 ഡിഗ്രി സൗത്ത് ആണ്, അതായത് തെക്കാണ്. സൗത്ത് പോൾ 90 ഡിഗ്രി സൗത്ത് അഥവാ തെക്കാണ്, 90 ഡിഗ്രി. ഓക്കെ, ഞാനപ്പോൾ എല്ലാത്തിൻ്റെയും എഴുതി കാണിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് പരീക്ഷയ്ക്ക് എഴുതിയാൽ മതി. എക്സാമിന് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇമ്പോർട്ടന്റ് ഈ ഡിഗ്രീസ് അടക്കം എന്ത് ചെയ്തോളണം, പഠിച്ചു വെച്ചോളണം. ചിലപ്പോൾ ഇതേപോലത്തെ ഒരു ടേബിൾ ഒക്കെ തന്നിട്ടായിരിക്കും നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. റൈറ്റ് ദ നെയിം ഓഫ് ദ കോണ്ടിനെന്റ് ദാറ്റ് ബിലോങ്സ് ഓൺലി ഇൻ സൗത്ത് അല്ലെങ്കിൽ സദേൺ ഹെമിസ്ഫിയർ ഫ്രം ദ ഓപ്ഷൻ. നൽകിയിരിക്കുന്നവയിൽ ദക്ഷിണാർദ്ധ ഗോളത്തിൽ മാത്രം ഉൾപ്പെട്ട ഭൂഖണ്ഡം കണ്ടെത്തി എഴുതുക. ഇത് കമന്റ് കറക്റ്റ് ആയിട്ട് ചെയ്യുക. വേഗം 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 വേഗം. ഓസ്ട്രേലിയ, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ.
ഓസ്ട്രേലിയ, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ. ഓക്കെ, യെസ്, വേഗം കമന്റ് ചെയ്യൂ. സച്ചിൻ സാറിനോടും അഭിപ്രായം ചോദിച്ചാലോ നമുക്ക്? സച്ചിൻ സാറാണെങ്കിൽ ഇതിൽ ഏത് ആൻസർ പറയും? സദേൺ ഹെമിസ്ഫിയറിലുള്ളത് ചോദിച്ചാൽ ഓസ്ട്രേലിയ പറയും. ടീച്ചറോട് ചോദിച്ചാലോ? സച്ചിൻ സാറേ എ പറഞ്ഞതുകൊണ്ട് ഞാൻ ബി പറയാം. ആഫ്രിക്ക പറയും. എന്നാ ഞാൻ ഏത് പറയും? സി പറഞ്ഞോ സാർ? ഞാൻ പറയില്ല, ഞാൻ ഏതാണ് പറയുള്ളൂ. കാരണം എന്താണെന്നറിയോ? അതാണ് ശരി. ഓക്കെ, സോ ഓസ്ട്രേലിയ ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എത്ര പേര് ശരിയാക്കി? ശരിയാക്കിയവരെല്ലാവരും ഫയർ റിയാക്ഷൻ ഇട്ടെ. വേഗം 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 വേഗം. യെസ്, ഓക്കെ, എടാ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെ. യെസ്, അപ്പോ ഓസ്ട്രേലിയ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത്, ക്ലാസിഫൈ ദ ഗിവൺ കൺസെപ്റ്റ് റിലേറ്റഡ് ടു ഗ്ലോബ്. ഗ്ലോബുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന ആശയങ്ങളെ ക്രമപ്പെടുത്തി എഴുതുക. ഓക്കെ, ഒരു ടേബിൾ ഞാൻ കാണിച്ചു തരും. ആ ഒരു ടേബിൾ കറക്റ്റ് ആക്കി എന്ത് ചെയ്യാൻ നോക്കുക, എഴുതാനായിട്ട് നോക്കുക. ഓക്കെ, യെസ്, ആൻ ഇമാജിനറി ലൈൻ ഡ്രോൺ കണക്ടിംഗ് ദ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ വിത്ത് റെഫറൻസ് ടു ദ എർത്ത് സർഫസ്. ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ ഏതാണ്? ഞാൻ ആൻസർ പറഞ്ഞു. ലോഞ്ചിറ്റ്യൂഡ്. ഓക്കെ, ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നെ, ബാക്കി ഇതേപോലെ ചെയ്യണം കേട്ടോ. വേഗം. ദ ലാറ്റിറ്റ്യൂഡ് അറ്റ് 90 ഡിഗ്രി സൗത്ത് ഫ്രം ദ ഇക്വേറ്റർ. 90 ഡിഗ്രി സൗത്ത് ഫ്രം ദ ഇക്വേറ്റർ ഏതാ? ഭൂമധ്യരേഖയ്ക്ക് 90 ഡിഗ്രി തെക്കുള്ള അക്ഷാംശം ഏതാ? ഓക്കെ, അടുത്തത്, ലോഞ്ചിറ്റ്യൂഡ് ദാറ്റ് പാസസ് ത്രൂ 180 ഡിഗ്രി. ഞാൻ ചാപ്റ്റർ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതാ, നോക്കണം, ഇമ്പോർട്ടന്റ്. ഏതാ 180 ഡിഗ്രിയിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാ? യെസ്, ആൻസർ കമന്റ് ചെയ്തിട്ടുണ്ടാവും എല്ലാവരും. ഇമ്പോർട്ടന്റ്, പഠിച്ചു വെക്കണം. ഇമ്പോർട്ടന്റ് ഏതാ? യെസ്, രേഖാംശ രേഖ. ആൻസർ കിട്ടിയിട്ടുണ്ടാവും എല്ലാവർക്കും. ഏതാ? 180 ഡിഗ്രിയാണ്. യെസ്, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറയുന്നത്. ദ നെയിം ഗിവൺ ടു ദ നെറ്റ്വർക്ക് ഓഫ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്. ഓക്കെ, അക്ഷാംശ രേഖാംശ ജാലികയ്ക്ക് പറയുന്ന പേരാണെന്ത്? ഇതിപ്പോ ഒരുത്തനേ ഉള്ളൂ നമുക്ക് കിട്ടാത്ത ഒരുത്തനായിട്ട്, ഗ്രാറ്റിക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ കറക്റ്റ് ആൻസർ നമുക്ക് അവിടെ നോക്കാം. ഒന്ന്, ഇമാജിനറി ലൈൻസിനെ നോർത്ത് പോളും സൗത്ത് പോളും പറയുന്നത് ലോഞ്ചിറ്റ്യൂഡ്സ് അഥവാ രേഖാംശങ്ങൾ എന്നാണ്. ലാറ്റിറ്റ്യൂഡ്സ് 90 ഡിഗ്രി സൗത്ത് പോൾ അഥവാ ദക്ഷിണ ധ്രുവം എന്ന് പറയും. ലോഞ്ചിറ്റ്യൂഡ് 180 ഡിഗ്രിയാണ്, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. നെറ്റ്വർക്ക് ഓഫ് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ്, അതായത് ഈ പറയുന്ന അക്ഷാംശങ്ങളുടെയും രേഖാംശങ്ങളുടെയും ആ ഒരു കുഞ്ഞു കുഞ്ഞു കള്ളികളെ നമ്മൾ പറയുന്നതാണ് എന്താ അവിടെ? ഗ്രാറ്റിക്യൂൾ എന്ന് പറയുന്നത്. സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ, ഇക്വേറ്ററിന്റെ താഴെ കാണുന്നത് എന്ന് പറയുന്നത്, ഭൂമധ്യരേഖയുടെ തെക്കായിട്ട് കാണുന്നത് സദേൺ ഹെമിസ്ഫിയർ അഥവാ ദക്ഷിണാർദ്ധഗോളം. അതേപോലെ തന്നെ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേറ്ററിന്റെ നോർത്ത് വടക്കായിട്ട് കാണുന്നതിനെ പറയുന്നതാണ് നോർത്തേൺ ഹെമിസ്ഫിയർ അഥവാ ഉത്തരാർദ്ധ ഗോളം എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ഉത്തരാർദ്ധ ഗോളം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ ഇത്രയും സെക്ഷൻസ്? ഓക്കെ, ഒരു 6 സെക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. നമുക്കിതിൽ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 4 എണ്ണം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഓപ്ഷനിലുള്ള 6 എണ്ണവും ഞാൻ അവിടെ കണക്ട് ചെയ്ത് പറഞ്ഞു തന്നത്. ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ ശരിക്കും എനിക്ക് ഈ 4 എണ്ണം പറഞ്ഞു തന്നാൽ മതി. പക്ഷെ ഈ 6 എണ്ണവും പറഞ്ഞു തരാനുള്ള കാരണം എക്സാമിന് ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതായതുകൊണ്ടാണ്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ഇന്ന് ലൈവിൽ ഡിസ്കസ് ചെയ്യാനായിട്ട്. നമുക്ക് ടീച്ചറെയും കൂടി വിളിക്കാം. ടീച്ചറെ, ഓക്കെ, അപ്പോ നമ്മുടെ സോഷ്യൽ എക്സാം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എഴുതാം. അപ്പോ പറഞ്ഞ കാര്യം മറക്കണ്ട, ഏത് മോഡ്? സോഷ്യൽ മോഡ്. ഓക്കെ, അപ്പോ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എക്സാം എല്ലാവരും അടിപൊളിയായിട്ട് എഴുതാം. നാളെ എക്സാം കഴിയുമ്പോൾ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഷെയർ ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നൊക്കെ എല്ലാവരും പറയണം. അപ്പൊ എന്താണ്, സെറ്റ് ആയിട്ട് അടിപൊളി ആവട്ടെ നാളത്തെ സോഷ്യൽ സയൻസ് എക്സാം. ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് ബൈ ബൈ പറയാലേ. ഓക്കെ, ബൈ.